കേവലമായിട്ടുള്ള നിങ്ങളെല്ലാവരും കണ്ട, നിങ്ങളെല്ലാവരും കേട്ട, അറിഞ്ഞ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു ബോധ്യമുണ്ട്. അതുകൊണ്ട് പല ഭാഗങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള വിഷയങ്ങൾ, പല ആംഗിളിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ നമ്മൾ ഇത്തരം വിഷയങ്ങളിലൊക്കെ സംസാരിക്കുന്നത് ഇസ്ലാം എന്ന് പറയുന്ന ഇതിൻ്റെ റോൾ എന്താണെന്ന്. ഇപ്പോൾ ഒരു മുസ്ലിം പണ്ഡിതൻ ഒരു സ്ത്രീക്കെതിരെ സ്ത്രീവിരുദ്ധമായ പരാമർശം നടത്തുകയും അവരുടെ സാമാന്യമായിട്ടുള്ള ജീവിതം തന്നെ താറുമാറാക്കുന്ന തരത്തിൽ അവരുടെ ജീവിതത്തിൽ ഇടപെടുകയും അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പോകാനും പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കുമ്പോൾ ആ ഉസ്താദിനെ ചീത്ത വിളിക്കുക, ആ ഉസ്താദിനെ മോശമാക്കി പറയുക, ആ ഉസ്താദിനെ തള്ളി പറയുക എന്നതിനപ്പുറത്തേക്ക് ഇതിൻ്റെ കോർ റീസൺ എന്താണ് എന്നുള്ള കാര്യവും അതിൽ ഇസ്ലാമിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യവും ഇസ്ലാമിനും പ്രവാചകനും അള്ളാഹുവിൻ്റെ ഖുർആനിനും ഈ പ്രശ്നത്തിലുള്ള പങ്കെന്താണ് എന്നതിന് ഊന്നിയിട്ടാണ് സാധാരണഗതിയിൽ ഞാൻ മതവിമർശനം നടത്താറുള്ളത്. അതല്ലാതെ ഏതെങ്കിലും ഒരു ഉസ്താദ് എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നതിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. മതപരമായ അടിസ്ഥാനമുള്ള മതം മുന്നോട്ട് വെക്കുന്ന സ്ത്രീ വിരുദ്ധമായ, മാനവിക വിരുദ്ധമായ ആശയങ്ങളുടെ പ്രതിഫലനമായിട്ട് ഈ സമൂഹത്തിൽ നിന്നുള്ള ആളുകളിൽ നിന്നുണ്ടാകുന്ന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ വിശകലന വിധേയമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കേവലമായ ഒരു അബൂബക്കർ എന്ന് പറയുന്ന ഒരു ഉസ്താദിനെ മാത്രം മുൻനിർത്തിയിട്ടുള്ള ഒരു സാധനമല്ല. ഈ പറയപ്പെടുന്ന മതപണ്ഡിതന്മാരെ എല്ലാവരെയും കൂടി ചേർത്ത് ഇസ്ലാമിനെ ഇവരുടെ എല്ലാവരുടെയും പുറത്തു വരുന്ന ഇസ്ലാമിക സ്ത്രീവിരുദ്ധ വിഷമാണ് നമ്മൾ ഇവിടെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ തുറന്ന് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കാത്തിരിക്കുന്ന വിഷയത്തിലേക്ക് നമ്മൾ പോവാണ്. വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് വേണം തുടങ്ങാൻ. എന്നെ വ്യക്തിപരമായിട്ട് എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറെ സ്വാധീനിച്ചിട്ടുള്ള 2 സ്ത്രീകളാണ്. ഒന്ന് എൻ്റെ മാതാവും, ഒന്ന് എൻ്റെ കൂടെ എൻ്റെ എല്ലാ കരുത്തുമായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ സഹധർമ്മിണിയും അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണറും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു ഭാഗത്ത് ചെറിയ പ്രായത്ത് ഉമ്മയോട് കൂടെ ഞാൻ വളർന്ന ഒരു കാലഘട്ടം, ഞാനും ഉമ്മയും തനിച്ചായിട്ട് ഒരുപാട് കാലം ജീവിക്കേണ്ടി വന്ന സാഹചര്യം, ഉമ്മ ഒരു വീടിനകത്ത് ഒരു ഇസ്ലാം മത വിശ്വാസിയായിട്ടുള്ള ഒരു ഭർത്താവിൻ്റെ കൂടെ ഒരു ഇസ്ലാമിക കുടുംബത്തിൽ ജീവിക്കുമ്പോൾ ഉമ്മ അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങൾ അതൊക്കെ നേരിൽ കണ്ട് അതൊക്കെ കൃത്യമായിട്ട് ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. ആ ഉമ്മ അത് പരാതി പറയാറില്ല. സാധാരണഗതിയിൽ ഒരു മുസ്ലിം വീട്ടിലെയും ഉമ്മമാർ ഏതെങ്കിലും വ്യക്തിപരമായിട്ടുള്ള പരാതികൾ ഇപ്പോഴാണ് കുറച്ചെങ്കിലും ആളുകൾ പറഞ്ഞു തുടങ്ങുന്നത്. കല്യാണത്തിന് വരുന്നതിന് മുൻപ് അല്ലെങ്കിൽ കല്യാണത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ അവരവരുടെ കാര്യങ്ങളും ഡിമാൻഡും ഒക്കെ പറയാവുന്ന ഒരു പരുവത്തിലേക്ക് മുസ്ലിം പെൺകുട്ടികൾ ശക്തിയാർജിക്കുന്നു, കരുത്താർജിക്കുന്നു. എന്ന ഒരു നല്ല കാലത്ത് വിവാഹം വേണോ വേണ്ടേ എന്ന് പെൺകുട്ടികൾ തീരുമാനമെടുക്കുന്ന, അല്ലെങ്കിൽ വിവാഹം ഏത് പ്രായത്തിൽ വേണമെന്ന കാര്യത്തിൽ അവർക്ക് വ്യക്തമായ അഭിപ്രായമുള്ള, നിലപാടുള്ള, വിവാഹത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ അവരുടെ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി കല്യാണം കഴിക്കാൻ പോകുന്ന ആളോട് വളരെ ഓപ്പണായിട്ട് സംസാരിക്കാൻ ഉള്ള ഒരവസ്ഥയിലേക്ക് മുസ്ലിം പെൺകുട്ടികൾ എത്തുന്നു. എല്ലാ കുട്ടികളും ആ അർത്ഥത്തിൽ മുന്നോട്ട് വരുന്നു എന്നുള്ളത് വളരെ വളരെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. എല്ലാ കാലത്തും ഇസ്ലാം എന്ന് പറയുന്ന മതം അതിൻ്റെ തനത് രൂപത്തിൽ നിലനിർത്തി കൊണ്ടുപോകാനും അതിൻ്റെ സ്ത്രീവിരുദ്ധത ഊട്ടിയുറപ്പിക്കാനും അതിൽ മനുഷ്യരെ അടിമകളാക്കി നിർത്താനും ഒക്കെ ഇവർ ഉപയോഗിച്ചിരുന്നതും സ്ത്രീകളെ തന്നെയാണ്. അപ്പോൾ ഒരു വീട്ടിലെ മാതാവിൻ്റെ കാൽ കീഴിലാണ് സ്വർഗം എന്ന് പഠിപ്പിക്കുകയും അതേസമയത്ത് ആ മാതാവിൻ്റെ സ്വർഗം പുരുഷൻ്റെ തൃപ്തിയിലാണ് എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്ന വിരോധാഭാസത്തിൻ്റെ പേര് കൂടിയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അത് വേറെ വിഷയമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് അതാണ് ഒരാൾ. രണ്ടാമത്തെ ഒരാൾ അവർ എന്നേക്കാൾ മനക്കട്ടിയുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഒരാളായിട്ടാണ് എനിക്ക് ബോധ്യമുള്ളത്. അതുകൊണ്ട് അവരുള്ളത് എനിക്കൊരു ധൈര്യമാണ് എപ്പോഴും. അപ്പോൾ അത് വളരെ വ്യക്തിപരമായിട്ടുള്ളതായിരിക്കാം. എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് ഓരോ ആളുകൾക്കും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സ്ത്രീകളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, സമൂഹത്തിലെ പൊതുബോധത്തിൽ നിന്നുണ്ടായി വന്നിട്ടുള്ള ആർജിച്ചിട്ടുള്ള ബോധ്യങ്ങൾ, ഇതൊക്കെ വ്യത്യസ്തമായിരിക്കും. എന്നെ സംബന്ധിച്ച് മതം സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞു തന്നതും പഠിപ്പിച്ചതും ഞാൻ എൻ്റെ ജീവിതത്തിൽ അടുത്തറിഞ്ഞ സ്ത്രീകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇസ്ലാം അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധമായ ഒരു മതമാണ്. സ്ത്രീകളുടെ കബറിടം എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇസ്ലാമിനെ പറയാം, ഇസ്ലാമിലെ കുടുംബജീവിതത്തെ പറയാം. ഞാൻ പല സമയത്തും ഇസ്ലാമിലെ സ്ത്രീ എന്ന വിഷയം സംസാരിക്കുമ്പോൾ പലരും വളരെ ദേഷ്യത്തോടു കൂടിയൊക്കെ ചില സ്ത്രീകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ മുസ്ലിം സ്ത്രീകളെ മൃഗങ്ങളോട് ഉപമിക്കുകയാണോ? അല്ല, ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം സ്ത്രീകളെ പരിഗണിക്കുന്നത് വളർത്തു മൃഗത്തിന് സമമായിട്ടാണ്. ഒരാൾ അയാളുടെ കയ്യിലിരിക്കുന്ന പണം കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ചില ആവശ്യങ്ങൾക്ക് പൂർത്തീകരണം നേടുന്നതിന് വേണ്ടി സ്വന്തമാക്കുന്ന ശരീരമാണ് സ്ത്രീ. ഇതാണ് ഇസ്ലാമിൻ്റെ പൊതു കാഴ്ചപ്പാട്. ഇനി ഇതിനെ ഇസ്ലാം എത്രമാത്രം സ്ത്രീ വിരുദ്ധമാണ് എന്നും സാമൂഹ്യ ജീവിതത്തിൽ, പൊതുജീവിതത്തിൽ സ്ത്രീകളെ എങ്ങനെയാണ് ഇസ്ലാം പരിഗണിക്കുന്നതെന്നൊക്കെ നമുക്കിന്ന് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി വളരെ വിശദമായിട്ട് പറഞ്ഞുതരും. കേവലം ഈ പുഴക്കാട്ടിരി ഉസ്താദ് പറഞ്ഞ കേവലമായിട്ടുള്ള സ്ത്രീ വിരുദ്ധതയ്ക്ക് അപ്പുറത്തേക്ക് അതിൻ്റെ വിശദാംശങ്ങളിലൂടെ നമ്മൾ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇതിൻ്റെ ചുരുക്കം ഇങ്ങനെയാണ്, സംഭവത്തിൻ്റെ ചുരുക്കം ഇങ്ങനെയാണ്. ഒരു സ്ത്രീ, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അവർക്ക് 2 പെൺകുട്ടികൾ മാത്രമാണുള്ളത്. 2 പെൺകുട്ടികൾ മാത്രമുള്ള വിധവയായ ഒരു സ്ത്രീ. നോക്കൂ, ഇസ്ലാമിൻ്റെ സ്ത്രീവിരുദ്ധ നിയമത്തിൻ്റെ ഇരയായിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്നുള്ള ഒരു സ്ത്രീ. ഭർത്താവ് മരിച്ചു, 2 പെൺകുട്ടികൾ മാത്രമാണെങ്കിൽ ആ ഭർത്താവിൻ്റെ സ്വത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് എന്താ കിട്ടുക നമുക്കറിയാം. 2 പെൺകുട്ടികളാണെങ്കിൽ 3-ൽ 2ആണ്.
ഇനി ഭർത്താവ് മരണപ്പെടുന്നത് ഈ ഭർത്താവിൻ്റെ പിതാവ് ജീവിച്ചിരിക്കുന്ന കാലത്താണെങ്കിൽ ഒന്നും കിട്ടില്ല. അപ്പം മതപരമായ ഒരു നിയമത്തിൻ്റെ കെടുതികൾ അനുഭവിച്ച് പ്രയാസപ്പെട്ട് സ്വന്തം അധ്വാനത്തിൽ 2 പെൺകുട്ടികളെ വളർത്തി പഠിപ്പിച്ച് വലുതാക്കി ആ പെൺകുട്ടികൾ അധ്വാനിച്ച് പണം സമ്പാദിക്കാൻ തുടങ്ങി. ഈ സമയത്തൊക്കെയും ദീനീ ചിട്ടയിൽ ജീവിച്ച മുസ്ലിം കുടുംബത്തിൽ ഇസ്ലാം മത വിശ്വാസത്തിൽ ഇസ്ലാമിൻ്റെ എല്ലാ മര്യാദകളും പാലിച്ച് ജീവിച്ച ഒരു കുടുംബത്തിലെ ഒരു സ്ത്രീ അവരുടെ 55-ാമത്തെ വയസ്സിൽ അവരുടെ ഒരാഗ്രഹം അവർ പറയുന്നുണ്ട്. അവരുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ നിങ്ങളെ അതിൻ്റെ ഒരു ചെറിയ ഭാഗം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നുണ്ട്. അവരുടെ ആഗ്രഹം എന്താണ്? കോഴിക്കോട് വിമാനത്താവളം നേരിട്ട് കാണാൻ പറ്റുമോ എന്ന് പോലും ജീവിതത്തിൽ പ്രതീക്ഷയില്ലാതിരുന്നിടത്ത് നിന്ന് സ്വന്തം അധ്വാനം കൊണ്ട് വളർത്തി വലുതാക്കിയ പെൺകുട്ടി ഉമ്മയുടെ സന്തോഷത്തിന് വേണ്ടി ഉമ്മയെ കൊണ്ടൊരു യാത്ര പോവുകയാണ് പെൺകുട്ടികൾ. മക്കൾ അല്ലെങ്കിൽ മകൾ, ആ മകളുടെ സംരക്ഷണയിൽ, ആ മകളുടെ ഉത്തരവാദിത്തത്തിൽ ആ മകൾ പറയുന്നത് ഉമ്മയുടെ ഗാർഡിയനാവാനുള്ള ഒരു അവസരം എനിക്കുണ്ടാവുന്നതിന് സന്തോഷം അവർ പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെ ഉമ്മയുടെ മകൾ ഉമ്മയുടെ സന്തോഷത്തിന് വേണ്ടി ഒരു യാത്ര പോകുന്നു. ആ യാത്രയിൽ പുറത്തു വന്ന വീഡിയോ വൈറലാകുന്നു. ആ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവർ ഇസ്ലാമിക വേഷം ധരിച്ചിട്ടാണ് പോകുന്നത്. അവർ പർദ്ദ ധരിച്ച്, അവർ ഇസ്ലാമികമായ എല്ലാ വസ്ത്രവും ധരിച്ച്, പർദ്ദയാണോ സാരിയാണോ എന്ന് എനിക്കറിയില്ല, എന്തായാലും മുഖം മാത്രമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആധുനിക വസ്ത്രം ധരിച്ചിട്ടോ അല്ലെങ്കിൽ ഇവർ പറയുന്നത് പോലത്തെ ഏതെങ്കിലും ഒരു ആർഭാട വസ്ത്രം ധരിച്ചിട്ടോ ഒന്നും അല്ല പോകുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ അവരുടെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ അവരുടെ അധ്വാനം കൊണ്ട് വളർത്തിയെടുത്ത മക്കളുടെ തണലിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ അവരുടെ മാനസിക ഉല്ലാസത്തിന്, അവരുടെ സന്തോഷത്തിന്, അവരുടെ മക്കളുടെ സന്തോഷത്തിന് അവരുടെ പണം കൊടുത്ത് ഒരു യാത്ര പോകുന്നു. ആ യാത്രയിൽ അവരൊരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നു. ആ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. ഇതാണ് സീൻ 1. അത് നമുക്കൊന്ന് കാണാം ആദ്യം ചെറുതായിട്ട്. ഫ്രണ്ട്സ് ആദറ, സഫിയ, നസീമ, സെക്കീന, നിങ്ങളൊക്കെ വീട്ടിലിരുന്ന മക്കളെ എന്താ രസം. എന്താ ഞാൻ റിച്ചുവിന്റെ കൂടി വന്നിട്ട് അടിപൊളിയല്ലേ, വന്നടി മക്കളെ. ഇതൊക്കെ നാട്ടിൽ ഈ വയസ്സാം കാലത്ത് കണ്ടില്ലേ, ഈ 55 വയസ്സിൽ ഇവിടെ വന്ന് ഈ മഞ്ഞിക്കിടക്കുന്ന ഇത്ര നല്ല രസകേടെ കിട്ടാനോ മക്കളെ. വന്നോളി മക്കളെ ഈ അവിടത്തേക്ക്. ഞങ്ങൾ വരുമ്പോലെ ഇനിയും ഞങ്ങൾ ഇവിടെ വരും. ചുണ്ടോടി സൂപ്പർ അടി, സൂപ്പറാ. മൂട് ഉമ്മച്ചി ഏതാ മൂട് എന്ന് ചോദിക്കുന്നത് ഉമ്മയുടെ സ്വന്തം മകളാണ്. ഇവരങ്ങനെ ഒരു ട്രിപ്പ് പോകുന്നു. ആ ട്രിപ്പ് പോകുന്നത് മുതൽ, അല്ലെങ്കിൽ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായത് മുതൽ, ഇതെല്ലാവർക്കും അറിയാം, തരംഗമായിട്ടുള്ള വീഡിയോ ആണ്, വൈറലായ വീഡിയോ ആണ്. ആ സമയത്ത് തന്നെ ഇത് പല ആളുകളും നമുക്ക് കഴിച്ചെന്നാണ്. നമ്മളതൊക്കെ വളരെ സന്തോഷത്തോടു കൂടി കണ്ടതാണ്. നോക്കൂ, അതിനെ തുടർന്ന് അത്തരം വീഡിയോകളിൽ, അത്തരം സാമൂഹ്യ മാധ്യമ വീഡിയോകളിൽ, അങ്ങനെ പ്രചരിച്ച റീൽസിൽ അതിൻ്റെ താഴെയൊക്കെ പോയിട്ട് ചില ഓൺലൈൻ ആങ്ങളമാർ, മുത്തക്കികളായ ഉസ്താദുമാരുടെ അരുമ ശിഷ്യന്മാർ പോയിട്ട് വൃത്തികേട് എഴുതി വെച്ചു, നെഗറ്റീവ് കമൻ്റ് എഴുതി അവരെ മോശക്കാരായിട്ട് ചിത്രീകരിച്ചു. നോക്കൂ, അതിലൊരു സ്ത്രീയെ ഇസ്ലാമികമായ കാഴ്ചപ്പാടിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് അതിനകത്ത് ആ സ്ത്രീ കാണിക്കുന്നതിൽ എന്ത് പ്രശ്നമാണുള്ളത് എന്ന് മനസ്സാക്ഷിയോട് ചോദിക്കാൻ ഓരോ മുസ്ലിം പുരുഷനും സ്ത്രീയും തയ്യാറാവണം. ഇത് സംഭവിച്ചു കഴിഞ്ഞു. ഇത് സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത്തരം നെഗറ്റീവായിട്ട് വന്ന സോഷ്യൽ മീഡിയയിൽ വന്ന കമൻറ്റുകൾ അവരെ വേദനിപ്പിച്ചു. ആ വേദനകളിലൊക്കെ അവരുടെ മുന്നോട്ടുള്ള പോക്കിനെ കുറിച്ച് ആലോചിക്കുന്നു. ഈ കുടുംബം, ഈ മകളും ഉമ്മയും ഒരു സ്വകാര്യ യൂട്യൂബ് ചാനലിന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ അവരുടെ മുന്നോട്ടുള്ള ആഗ്രഹങ്ങളെക്കുറിച്ചും ഈ പോയതിൻ്റെ അനുഭവത്തെക്കുറിച്ചും പറയുന്ന 2 ചെറിയ ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അതൊന്ന് കേട്ടോളൂ. അത് അധികം ആളുകൾ കണ്ടിട്ടില്ലാത്ത ഒരു വീഡിയോ ആയിരിക്കും. ഭയങ്കരമായിട്ട് നമ്മൾ ഒരു ഡെസ്പായിട്ടുള്ള ഒരു ചെറിയൊരു ടൈം ഉണ്ടായിരുന്നു ട്രിപ്പിന്റെ ഇങ്ങോട്ട് മടങ്ങി വരുന്ന സമയത്ത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വീട്ടിൽ ഇരുന്നിട്ട് നമ്മളെ കുറിച്ച് മോശം പറയുന്ന സമയത്ത് നിങ്ങൾ എന്താ പറയാ, അത് നമ്മളെ എങ്ങനെ എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതോ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ നമുക്ക് വേറൊരാളുടെ വേദന നമുക്ക് മനസ്സിലാണെങ്കിൽ നമ്മൾ ആ ഒരു സെയിം സിറ്റുവേഷനിലൂടെ കടന്നു പോകണം. അപ്പൊ എന്തായാലും ഞങ്ങൾ ഹാപ്പിയാണ്, ഉമ്മ ഹാപ്പിയാണ്, അതുകൊണ്ട് ഞങ്ങൾ ഹാപ്പിയാണ്. അപ്പൊ മോശം കമ്പനിയോട് ഞങ്ങൾക്ക് നിങ്ങളോട് വെറുപ്പൊന്നുമില്ല, എല്ലാവരോടും സ്നേഹമാണ്. ഇപ്പൊ നിങ്ങൾ കണ്ട വീഡിയോയിൽ ഇടതു ഭാഗത്തിരിക്കുന്ന പെൺകുട്ടി അവരുടെ ആഗ്രഹമായിട്ട് പറയുന്നത് അവരുടെ ഉമ്മയെയും ഇതുപോലെ അവരുടെ സന്തോഷത്തിൽ അവരുടെ യാത്ര കൊണ്ടുപോകണം എന്ന ആഗ്രഹം പറയുന്നു. നെഗറ്റീവ് കമന്റ് എഴുതിയവരോട് വെറുപ്പോ വിദ്വേഷമോ അവരോട് വിമർശനമോ പോലും ഇല്ലാതെ നിങ്ങൾ ഒന്ന് സ്വന്തം അവസ്ഥയിൽ നിന്ന് ആലോചിക്കണം. നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളായിട്ട് ഇതിനെ പരിഗണിക്കണം. ഒരു എന്താ പറയുക, നമുക്കൊരു എമ്പതി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് വെച്ച് നിങ്ങളൊന്ന് ഈ കാര്യങ്ങൾ പരിഗണിക്കണം. ആർക്കും ഒരു ഉപദ്രവവും ഇല്ലാതെ അവരധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് അവർ പഠിപ്പിച്ച് വളർത്തിയ മക്കൾ അവരിപ്പോൾ സ്വന്തം കാലിൽ നിൽക്കുമ്പോൾ അവരുടെ ഉമ്മയുടെ സന്തോഷത്തിന് വേണ്ടി ഒരു ചെറിയ യാത്ര നടത്തുമ്പോൾ കുരുപൊട്ടിയൊലിക്കുന്നത് മതവിഷം തലയിൽ കയറിയിട്ടില്ല മനുഷ്യർക്കല്ലാതെ വേറെ ആർക്കാണ്? വേറെന്ത് കാരണം? ആ ഉമ്മയുടെ സന്തോഷം ആ മകളിലൂടെ പൂർത്തീകരിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ആ മകൾ ആ ഉമ്മയുടെ സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുക്കുമ്പോൾ അത് കണ്ടിട്ട് കൃമി കടിക്കുന്നത് ഈ മതം ഒരു വിഷമായി നുരഞ്ഞ് നിങ്ങളുടെ സിരകളിൽ പടർന്നിട്ടില്ലെങ്കിൽ പിന്നെ എന്താണ് എൻ്റെ കാരണം? നിങ്ങൾ പറയും. ഈ വീഡിയോ ആദ്യം കണ്ടിട്ട് സന്തോഷം തോന്നിയ
പല ആളുകളും ഉസ്താദിൻ്റെ വിമർശനം വന്നതിന് ശേഷം ഇവർക്കെതിരെ തിരിയുന്നത് വളരെ കൃത്യമായിട്ടുള്ള കാഴ്ചയാണ്. അതിലേക്ക് നമുക്ക് പോകാം. അപ്പം നെഗറ്റീവ് കമൻറ്റുകൾക്കൊക്കെ വിട നൽകി ഈ ഉമ്മയോട് ചോദിക്കുകയാണ്, ഇനി എന്താണ് നിങ്ങളുടെ മുന്നോട്ടുള്ള പോക്ക്? ആ ഭാഗവും വളരെ പ്രസക്തമാണ്. ഞാൻ പറയുന്നത് സകല മുസ്ലിം സ്ത്രീകളും, ഓരോ വീടകങ്ങളിൽ കഴിഞ്ഞുകൂടുന്ന മുസ്ലിം ഉമ്മമാരും സഹോദരിമാരും ഈ വീഡിയോ കേൾക്കണം. അതിനുശേഷം 2 കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടാണ് നമ്മൾ ഇതിലെ പ്രധാന ഭാഗത്തേക്ക് പോകുന്നത്. നെഗറ്റീവ്സിനൊന്നും ഇവിടെ ഒരു പ്രാധാന്യമില്ല, വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇനി ഭാവി പരിപാടികളൊക്കെ? അത് പരിപാടി എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്ത് ചെയ്യാം, സ്കൂളിൽ പോകാനും വിദ്യാഭ്യാസം നേടാനും അന്നത്തെ സിറ്റുവേഷൻ ആയതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യുക, പഠിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഇനി എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് എന്ത് ചെയ്യണം, 10ാം ക്ലാസ് പഠിക്കണം, ഡിഗ്രി ചെയ്യണം, PG പഠിക്കണം. ഞാൻ എൻ്റെ മോളെ എന്ത് ചെയ്തിക്ക് വിദ്യാഭ്യാസം ഒന്ന് പഠിപ്പിച്ച് ഓള് നല്ലൊരു നിലയിലെത്തിക്ക്. ഓളെ പോലെ തന്നെ എനിക്കും എന്താ ഓളെ. അപ്പോൾ മകളെ പോലെ പഠിക്കണം. ചെറിയ പ്രായത്തിൽ പഠിക്കാൻ കഴിഞ്ഞില്ല, പല സാഹചര്യങ്ങളുണ്ടാവാം, പഠിക്കാൻ കഴിഞ്ഞില്ല. മകളെ അവരധ്വാനിച്ച് പഠിപ്പിക്കുന്നു, മോളിപ്പം സ്വന്തം നിലയിലായി. അപ്പോൾ അതുകൊണ്ട് ഇനി മകളെ പോലെ എനിക്കും പഠിക്കണം. നോക്കൂ, ആ യാത്ര കഴിഞ്ഞ് അതിനെതിരെ വന്ന നെഗറ്റീവ് കമൻറ്റുകളെ വളരെ സർഗാത്മകമായിട്ട് കൈകാര്യം ചെയ്ത് അതിനെ വളരെ പോസിറ്റീവായിട്ട് എടുത്ത് നെഗറ്റീവായ സാധനങ്ങളെ മുഴുവൻ മാറ്റിവെച്ച് അതിൽ നിന്നുണ്ടായിട്ടുള്ള പോസിറ്റീവ് ഉന്മേഷത്തെ തൻ്റെ മുന്നോട്ടുള്ള സ്വപ്നങ്ങൾക്ക് പൂർത്തീകരണം നേടുന്നതിന് മകളുടെ പിന്തുണയോടുകൂടി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ഉമ്മയുടെ മനസ്സ്, ഇതാണ് ഉസ്താദുമാരുടെ ഉറക്കം കെടുത്തിയത് എന്ന് ഞാൻ ന്യായമായി സംശയിക്കും. സോഷ്യൽ മീഡിയയിൽ വരുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ അങ്ങുമിങ്ങുമുള്ള ഓരോ 1-2 ഒറ്റപ്പെട്ട നെഗറ്റീവ് കമൻറ്റുകളെ ആ കുടുംബം അതർഹിക്കുന്ന മാത്രം പരിഗണന കൊടുത്തുകൊണ്ട് മുന്നോട്ട് അവരുടെ ജീവിതത്തെ പോസിറ്റീവായിട്ട് നോക്കിക്കാണുകയും സാമൂഹികമായിട്ടുള്ള അവസ്ഥ കൊണ്ടോ കുടുംബത്തിന്റെ സാഹചര്യം കൊണ്ടോ ചെറിയ കാലത്ത് പഠനമൊന്നും നടക്കാതിരുന്ന, ജീവിതത്തിൽ സന്തോഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ലാത്ത ഒരാള് അവർ മുന്നോട്ട് പഠിക്കണം എന്ന ആഗ്രഹം കൂടി പറയുമ്പോൾ അത് മറ്റു മുസ്ലിം സ്ത്രീകൾക്ക് പ്രചോദനമായാൽ ഇസ്ലാമിന് അത് വലിയ അപകടം ചെയ്യും എന്ന് തിരിച്ചറിഞ്ഞ ഉസ്താദുമാർ അവരുടെ ജീവിതം തകർക്കാൻ തീരുമാനിക്കും. അവരിനി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇറങ്ങരുത് എന്നും അവർ സമൂഹത്തിൽ മുന്നിട്ടിറങ്ങരുത് എന്നും സമൂഹം അവരെ ഒറ്റപ്പെടുത്തണമെന്നും അവരെ മോശക്കാരായിട്ട് ചിത്രീകരിക്കണമെന്ന കൃത്യമായ ഗൂഢപദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് ഇബ്രാഹിം സഖാഫി എന്നാണ് അയാളുടെ പേര് ഞാൻ മനസ്സിലാക്കുന്നത്, പൊഴക്കാട്ടിരി ഇബ്രാഹിം സഖാഫി അദ്ദേഹത്തിൻ്റെ വിഷം തുപ്പുന്നത് എന്ന് കൃത്യമായിട്ട് കാണാം. ഒരു മനുഷ്യന്റെ സ്വകാര്യ ജീവിതത്തെ, അവരുടെ സ്വൈര ജീവിതത്തെ തടസ്സപ്പെടുത്തുമാറ് സമൂഹത്തെ മുഴുവൻ അവർക്കെതിരെ വൈകാരികമായി തിരിച്ചുവിടുക എന്ന ക്രിമിനൽ പ്രവർത്തനം ചെയ്ത കൊടും ക്രിമിനലായിട്ടാണ് ഇബ്രാഹിം സഖാഫിയെ കേരളത്തിലെ പൊതുസമൂഹം പരിഗണിക്കേണ്ടത് എന്ന് ആമുഖമായി പറഞ്ഞു വെക്കാൻ ഒരു സംശയം. അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള എല്ലാ സാധ്യതകളും ആരായണമെന്നും മേലാൽ ഇത്തരം വാക്കുകൾ പബ്ലിക്കിന് മുമ്പിൽ പറയാനുള്ള ധൈര്യമില്ലാത്ത തരത്തിൽ ഇത്തരം ആളുകളുടെ മതവൃഷണങ്ങൾ വരിയുടച്ച് കളയണം എന്നുമാണ് എൻ്റെ അഭിപ്രായമായിട്ട് എനിക്ക് മുന്നോട്ട് വെക്കാം. ഇവിടുന്ന് ഇബ്രാഹിം സഖാഫിയുടെ വാക്കുകളിലേക്ക് കടക്കുന്നതിന് മുൻപ് 2 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന്, സ്ത്രീവിരുദ്ധത ഇവരുടെ മതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധമാണ്. സ്ത്രീകളെ ആക്ഷേപിക്കാനും സ്ത്രീകളുടെ പേര് പറഞ്ഞ് പുരുഷന്മാരെ ആക്ഷേപിക്കാനും ഉത്തരമുട്ടിക്കാനും, സ്ത്രീകളെ സ്വന്തം നിലക്ക് സ്ത്രീകളായി തന്നെ ആക്ഷേപിക്കുകയും പുരുഷന്മാരെ അവരുടെ വീടകങ്ങളിരിക്കുന്ന മകളെയോ ഭാര്യയെയോ മാതാവിനെയോ ചേർത്തുകൊണ്ട് ആക്ഷേപിക്കുകയും ചെയ്യുക എന്നത് ഇസ്ലാമിൻ്റെ തനതും സംസ്കാരമാണ്. ഖുർആനിലൂടെ അള്ളാഹു മാതൃക കാണിച്ചു കൊടുക്കുകയും മുഹമ്മദിൻ്റെ അനുയായികൾ വേണ്ട പോലെ പ്രയോഗിക്കുകയും ചെയ്ത ഏറ്റവും നീചമായ ഒരു രീതിയാണ് ഇസ്ലാമിലെ സ്ത്രീവിരുദ്ധത. ഞാൻ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു പോസ്റ്റ് തബ്ലീഗുമായി ബന്ധപ്പെട്ടാണോ അല്ലേന്ന് എനിക്ക് ഓർമ്മയില്ല. ഏതോ 2 മതസംഘടനകൾ തമ്മിലുള്ള തർക്കവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ തംബ്നെയിലിൽ പിതൃത്വം തെളിയിക്കുമോ എന്നാണ് വെല്ലുവിളി. അതായത് ഒറ്റത്തന്തക്ക് ജനിച്ചവനാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വെല്ലുവിളിച്ചില്ലേ. ഇത് ഇവരുടെ ഒരു പൊതു രീതിയാണ്. പിതൃത്വത്തെ ചോദ്യം ചെയ്യുക വഴി മാതാവിനെ ടാർഗറ്റ് ചെയ്യുകയും മാതാവിനെ പറയുമ്പോഴുള്ള പ്രശ്നം കാരണം ഇവർ വാദത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ പൊസിഷനിൽ നിന്ന് പിന്നോട്ടുമാവുകയും ചെയ്യുക എന്ന ഏറ്റവും നീചമായ വൃത്തികേടാണ് ഇവർ ചെയ്യുക. ഇത് ഖുർആനിൽ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. ബാസ്റ്റഡ് എന്ന വാക്ക് അള്ളാഹു ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്, തന്തക്ക് പറക്കാത്തവൻ എന്ന്. അപ്പൊ ഇത് ഇസ്ലാമിന്റെ ഒരു പൊതു സംസ്കാരമാണ്. ഇനി മുഹമ്മദിലൂടെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സ്ത്രീ വിരുദ്ധൻ മുഹമ്മദാണ് നമുക്ക് ധൈര്യത്തിൽ പറയാം. ലോക നേതാക്കൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും സ്ത്രീ വിരുദ്ധനായ മുസ്ലിം മുഹമ്മദ് ആയിരുന്നു, നമുക്ക് യാതൊരു സംശയമില്ലാതെ പറയാം. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് അവൾ വേശ്യയാണ് എന്ന് മാർക്കിട്ട ബ്രാൻഡ് ചെയ്ത ഒരു മനുഷ്യന്റെ പേര് കൂടിയാണ് മുഹമ്മദ്. അതിലേക്കൊക്കെ നമ്മൾ വരികയാണ്. അപ്പൊ അതുകൊണ്ട് മുസ്ലിം സ്ത്രീകളോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇതുപോലെയുള്ള തലയിക്കെട്ടുകാർക്കും ഇതുപോലെയുള്ള താടി നീട്ടി വളർത്തി സ്ത്രീ വിരുദ്ധത ഒരു കൂസലുമില്ലാതെ വിഷം തുപ്പുന്നവർക്കും പത്തിരിയും കോഴിച്ചാറും ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങളുടെ സമയം മെനക്കെടുത്തേണ്ടതുണ്ടോ എന്ന് ഓരോ ഉമ്മമാരും ഓരോ മുസ്ലിം സ്ത്രീയും ആലോചിക്കും. നിങ്ങളുടെ അന്തസ്സിനെ കുറിച്ചും നിങ്ങളുടെ വ്യക്തിത്വത്തെക്കുറിച്ചും നിങ്ങളെക്കുറിച്ച് മൊത്തത്തിലും ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അവരെ പ്രത്യേകിച്ചും ടാർഗറ്റ് ചെയ്തുകൊണ്ട് സ്ത്രീ വിരുദ്ധത പുറത്തിറങ്ങി മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത തരത്തിൽ ഒരു സ്ത്രീയെ അപമാനിക്കുന്ന ഇത്തരം മൂല്യന്മാർക്ക്, ഇത്തരം ആശയം പ്രസംഗിച്ച് നടക്കുന്നവർക്ക് നിങ്ങളുടെ പേര് വിളിച്ച് നിങ്ങളെ നോക്കി നിങ്ങളെ
പുലഭ്യം പറഞ്ഞ പ്രവാചകന്റെ വചനം ഉദ്ധരിച്ച് നിങ്ങൾ അപമാനിക്കുന്ന ഈ മതജീവികൾക്ക് തേങ്ങാച്ചോറും ബീഫ് കറിയും ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങളുടെ സമയവും ഊർജവും പാഴാക്കേണ്ടതുണ്ടോ എന്ന് ഓരോ മുസ്ലിം സ്ത്രീകളും ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം നിങ്ങൾ അവരവരുടെ വീടുകളിൽ നിന്ന് നിങ്ങളുടെ അധ്വാനത്തിൽ നിന്ന് രുചികരമായ ഭക്ഷണം അളവിൽ കൂടുതൽ ഉണ്ടാക്കി കൊടുത്തത് തിന്ന് വറ്റ് എല്ലിൻ്റെ അല്ലയിൽ കുത്തുന്നത് കൊണ്ടാണ് നിങ്ങളുടെ നേരെ തന്നെ ഇവർ കുരച്ചു ചാടുന്നത്. നിങ്ങൾ മുസ്ലിം മൊലിയാന്മാരുടെ വയലുകൾ എടുത്ത് പരിശോധിച്ചോ. എല്ലാ വയലും നരകത്തിലെ നാരി, സ്വർഗത്തിന്റെ പരിമളം പോലും ലഭിക്കാത്ത സ്ത്രീകളുടെ കഥ, മുഹമ്മദ് നബി ചില വിഭാഗം സ്ത്രീകളെ വേശ്യയെ എന്ന് നീട്ടി വിളിച്ചതിന്റെ കഥ എക്കോ ഇട്ട് വിളിച്ചു പറയാൻ ഒരു ഉളുപ്പില്ലാത്ത ആളുകൾ. ഇതാണ് മറ്റൊരു കാര്യം പറയുന്നത്. അപ്പം ഒരു യാത്ര കഴിഞ്ഞു വന്നു, കുറച്ച് നെഗറ്റീവ് കമന്റുകൾ വന്നു. അതിനെ സർഗാത്മകമായിട്ട് കൈകാര്യം ചെയ്തു. മുന്നോട്ട് ജീവിതത്തെക്കുറിച്ച് സ്വപ്നങ്ങൾ നെയ്തു പോകുന്ന ഒരു കുടുംബത്തിന്റെ ജീവിതം തകർത്തുകൊണ്ടാണ് ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിരിയുടെ നമ്മളെല്ലാവരും ശ്രദ്ധിച്ച ആ പ്രസംഗം പുറത്തു വരുന്നത്. അത് കേൾക്കാം. അതിനു മുൻപ് ഇബ്രാഹിം സഖാഫിക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്ന സാക്ഷാൽ എ പി അബൂബക്കർ മുസ്ലിയാർ എന്ന കേരളം കണ്ട ഏറ്റവും വലിയ സ്ത്രീവിരുദ്ധനായ മതപണ്ഡിതൻ, അദ്ദേഹത്തിന്റെ സ്ത്രീവിരുദ്ധതയ്ക്ക് ഒരു ചെറിയ ഉദാഹരണം മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ഒരു ഉപഹാരം എന്ന രീതിയിൽ നമ്മൾ ഗുരുക്കന്മാർക്ക് കൊടുത്തിട്ട് തുടങ്ങാം എന്നുള്ള ആ ഒരു മര്യാദ മാത്രം പാലിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി സ്പെഷ്യലായിട്ട് അദ്ദേഹത്തിന്റെ സ്ത്രീവിരുദ്ധതയിൽ നിന്ന് ഒരു ചെറിയ ഏട് നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇബ്രാഹിം സഖാഫിലേക്ക് പോകും. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ച ഒരു വല്യമ്മ, 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ടുണ്ട്. ഒരു വല്യമ്മ ഏതെങ്കിലും മൂലയിരുന്ന് സനാത്തിന്റെ കുറുഞ്ചെല്ലണീന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്ക് മഞ്ഞ് കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ളവർ. അത് ഞാൻ ഓർഡർ മാറ്റി തോന്നുന്നു. എന്തായാലും അതിലേക്ക് വരാം. അതിൽ ഇയാൾക്ക് എന്ത് ഛേദം? ഏതോ ഒരു വല്യമ്മ, ആ വല്യമ്മ ആരാന്ന് പോലും ഇയാൾക്കറിയില്ല. നിങ്ങൾ വളരെ ക്രൂഷ്യലായിട്ടുള്ള ചില കണക്കുകൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, ഇതൊന്ന് കോറിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. 25 വർഷം മുൻപ് ഭർത്താവ് മരിച്ച വല്യമ്മ 55-ാം വയസ്സിൽ അവരുടെ മകളുടെ കൂടെ ഒരു ഉല്ലാസ യാത്ര പോകുന്നുവെങ്കിൽ തൻ്റെ 30-ാം വയസ്സിൽ വിധവയാക്കപ്പെട്ട ഒരു സ്ത്രീ അവരുടെ കൈക്കുഞ്ഞിനെ, ചെറിയ പ്രായത്തിലുള്ള ഒരു കുട്ടിയെ സംരക്ഷിച്ച് അവരുടെ ചെലവുകൾ നോക്കി കുട്ടികൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് എല്ലാ പ്രശ്നങ്ങളും ഇസ്ലാമികമായ അവർ നേരിടുന്ന എല്ലാ വിവേചനങ്ങളെയും അതിജീവിച്ച് ആ കുട്ടിയെ പഠിപ്പിച്ച് ഒരു നിലയിലെത്തിച്ച് ആ കുട്ടിയുടെ സംരക്ഷണത്തിലേക്ക് വരാൻ പാകമാകുന്ന കാലത്ത് അവരുടെ സന്തോഷത്തിന് മഞ്ഞിൽ വാരാൻ പോയപ്പോൾ ഈ ഉസ്താദിന് കൃമികടിയുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയായിരുന്നു ഉസ്താദെ അത്ര കാലം? ഇത് കൃമികടിയല്ല, ഇതൊരു മാനസിക രോഗമാണ്. ഇത് സ്ത്രീ വിരുദ്ധത എന്ന കടുത്ത മാനസിക രോഗമാണ്. ഒരു മനുഷ്യൻ സന്തോഷമായിട്ട് സ്വതന്ത്രമായി ജീവിക്കുന്നത് കാണുമ്പോഴുള്ള അസഹിഷ്ണുതയാണ്. നിങ്ങൾ മാപ്പർഹിക്കാത്ത തെറ്റാണ് ആ കുടുംബത്തോട് ചെയ്തു കൂട്ടിയിട്ടുള്ളത്. ഞാൻ പറയാം, മഞ്ഞ് വാരിങ്ങനെ ഇടാണ് മൂപ്പത്തി. ചിലപ്പോൾ അത് ഈ നാട്ടുകാരിനെ ആവാൻ പറ്റും. എനിക്ക് വ്യക്തിപരമായി ആരോടും വിദ്വേഷമല്ല. ഒന്ന് ആലോചിക്കൂ, അയാളുടെ സംസാരത്തിൽ പോലും ആ ഒരു സ്ത്രീയോടുള്ള അപമാനത്തിന്റെ ആഴം വ്യക്തമാണ്. അവരെ അപമാനിക്കുക എന്ന പൊതുജനമധ്യത്തിൽ സ്വതന്ത്രമായിട്ട് ബാഡ് കമന്റുകൾ, നെഗറ്റീവ് കമന്റുകൾ കൂസാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു കുടുംബത്തെ ഇല്ലായ്മ ചെയ്യുക എന്ന, സാമൂഹികമായി അവരെ ഉന്മൂലനം ചെയ്യുക എന്ന അടുത്ത തെറ്റാണ് അദ്ദേഹം ചെയ്തത്. അവരെ അപമാനിക്കുക. സാമൂഹിക മാധ്യമത്തിൽ ഇസ്ലാമിക വിധിയുടെ മുന്നിൽ ഇസ്ലാമിക വിശ്വാസികളെ മുഴുവൻ ആ സ്ത്രീക്കും ആ കുടുംബത്തിനുമെതിരെ വൈകാരികമായി തിരിച്ചുവിടുകയും അതുവഴി അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്ന ക്രിമിനൽ കുറ്റം. സ്ത്രീത്വത്തിനെതിരെയുള്ള വെല്ലുവിളി, കടന്നാക്രമണം, അധിക്ഷേപം. സ്വമേധയാ പോലീസ് കേസെടുത്ത് ഈ മൊലിയരെ അകത്തിടേണ്ടിയിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. വനിതാ കമ്മീഷനും ഇതിൽ നടപടിയെടുക്കേണ്ടതായിരുന്നു. എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല എന്നത് അത്ഭുതകരമാണ്. എന്തായാലും ഇദ്ദേഹത്തിനെതിരെയുള്ള ചില നിയമ നടപടികളിലേക്ക് ചിലർ കടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ വാർത്തകൾ വരും ദിവസങ്ങളിൽ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് ദിക്റും സലാത്തും ചെല്ലുന്നതിന് പകരം നങ്ങങ്ങ് ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് ഫാത്തിമോ ആവാ ഖദീജോ ആവാ ഇതൊക്കെയാണ് ജീവിതം എന്നും പറഞ്ഞിട്ട്. ഇതാണ് പ്രശ്നം. അത് ചെറിയ പ്രശ്നമല്ല ഉസ്താദെ, വലിയ പ്രശ്നം. മുസ്ലിം സ്ത്രീകൾ അവർ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കിയാൽ, നിങ്ങൾ അടച്ചിട്ട വീട്ടകങ്ങളിൽ നിന്ന്, അടുക്കളകളിൽ നിന്ന് ജനൽപ്പാളികൾ തുറന്ന് പുറം ലോകത്തിന്റെ വെളിച്ചം അവർ ആസ്വദിച്ചാൽ, അവർ ജീവിതം മനസ്സിലാക്കിയാൽ, ഇതൊന്നുമല്ല ജീവിതമെന്നും ഈ അടുക്കളയിലെ 4 ചുമരുകൾക്കകത്ത് മാത്രമല്ല ജീവിതമുള്ളതെന്നും അതിന്റെ പുറത്തൊരു ലോകമുണ്ട് എന്നും മുസ്ലിം സ്ത്രീകൾ തിരിച്ചറിയുന്ന കാലം വന്നാൽ അന്ന് തീരും ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ അഹങ്കാരം. അന്ന് തീരും വീടകങ്ങളിൽ നിന്ന് സ്ത്രീകൾ അടുപ്പിലൂതി തീയിൽ മൺചട്ടിയിൽ ചുട്ടെടുത്ത പത്തിരിയും തേങ്ങ വറുത്തരച്ച കറിയും കൂട്ടി കൊഴുത്ത് തടിച്ച ശരീരം കൊണ്ട്, ആ നാക്കുകൊണ്ട് നിങ്ങൾ അതേ സ്ത്രീകൾക്കെതിരെ അസഭ്യവും പുലഭ്യവും വിളിച്ചു പറഞ്ഞ അഹങ്കാരം അന്ന് അവസാനിക്കും. അതാണ് നിങ്ങളുടെ പേടി, അതാണ് നിങ്ങളുടെ പ്രശ്നം. അത് ചെറിയ പ്രശ്നമല്ല, അത് വലിയ പ്രശ്നം. അപ്പൊ നോക്കൂ, ഈ ഒരു ഇദ്ദേഹത്തിന്റെ വീഡിയോ പുറത്തു വരുന്നു, അതിനെക്കുറിച്ച് വിമർശനം ഉണ്ടാകുന്നു, അത് സോഷ്യൽ മീഡിയയിൽ വരുന്നു, വാർത്താ മാധ്യമങ്ങളിൽ അത് വരുന്നു.
അതിനുശേഷം ഇവർ ഉദ്ദേശിച്ച കാര്യം നടക്കുന്നു. നേരത്തെ അവർ യാത്ര കഴിഞ്ഞ് വന്നപ്പം അവർ പറഞ്ഞിരുന്ന അഭിപ്രായം നിങ്ങൾ കേട്ടതാണ്. നെഗറ്റീവ് കമന്റുകൾ ഞങ്ങൾ പരിഗണിക്കുന്നില്ല. അത് ചെയ്തവരോട് ഞങ്ങൾക്ക് വെറുപ്പോ വിദ്വേഷമോ ഇല്ല. അവരവരുടെ ജീവിതവും സ്വപ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു. അതിനിടയിൽ അത് അങ്ങനെ വിടാൻ കഴിയില്ല, അത് വലിയ പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കി ഇബ്രാഹിം സഖാഫി അവരെ തേജോവധം ചെയ്യാനും അവരെ പൊതുമാധ്യത്തിൽ ആക്ഷേപിക്കാനും മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ അപമാനിച്ച് അവരെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. അതിൽ അവർ ഭാഗികമായി വിജയിച്ചു എന്ന് നമ്മൾ കരുതണം. അതിനെ തുടർന്ന് 24 ന്യൂസിലെ ഒരു റിപ്പോർട്ടറുമായിട്ട് ഈ മകൾ സംസാരിക്കുന്ന ഭാഗം നിങ്ങളൊന്ന് കേട്ടോ. ഇന്നലെ ഇവിടെ അടുത്തൊരു ബന്ധു മരണപ്പെട്ടിട്ട് ആ മരണപ്പെട്ട വീട്ടിൽ ഉമ്മക്ക് പോകാൻ പറ്റുന്നില്ല. കാരണം ആടെയുള്ള ആളുകൾക്ക് അറിയേണ്ടത് മരിച്ച ആളുടെ കാര്യങ്ങളല്ല. എന്ത് ഉസ്താദ് ഇങ്ങനെ പറഞ്ഞല്ലോ, ഉസ്താദ് അങ്ങനെ പറഞ്ഞല്ലോ, നിങ്ങൾ എന്താ അങ്ങനെ ചെയ്തത് എന്നുള്ളതാണ് അറിയേണ്ടത്. അത് ഇന്നലെ ആ ഒരു സമയത്ത് ഉമ്മ അനുഭവിച്ചത് നമുക്ക് പറഞ്ഞ അങ്ങനെ തരേണ്ട എനിക്കറിയില്ല. ഉമ്മ കരയായിരുന്നു ഇവിടുന്ന്. കാരണം അത്രയും ഉമ്മ പ്രയാസത്തിലാണ് ഉണ്ടായത്. നമ്മളൊരു എന്തോ തെറ്റ് ചെയ്തിട്ടേ പിന്നെ അങ്ങനെ വന്നിട്ടുള്ള ഒരാളെ പോലെയാണ് കാണുന്നത്. ഉമ്മ ആകെ ചെയ്തത് ഒരു യാത്ര പോയി. ആ യാത്ര പോയ ആ സമയത്ത് ഉണ്ടായൊരു സന്തോഷം. ഉമ്മക്ക് ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ചോ യൂട്യൂബിനെ കുറിച്ചോ ഒന്നും അറിവുള്ള ആളല്ല. പക്ഷേ ഇതിനെ കുറിച്ചൊക്കെ നല്ല അറിവുള്ള ഉസ്താദ് കൃത്യമായ പണിയാണ് ആ കുടുംബത്തിന് കൊടുത്തത്. നമുക്ക് ഒരു കുടുംബം, സ്ത്രീകൾ മാത്രമുള്ള ഒരു കുടുംബം, അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു കുടുംബത്തെ സാമൂഹിക മാധ്യമത്തിൽ അപമാനിച്ച് പൊതുമധ്യത്തിൽ ആക്ഷേപിച്ച് അവർ ജീവിക്കുന്ന, അവർ വിശ്വസിക്കുന്ന സമുദായത്തിനകത്ത് അവർക്ക് നിലനിൽപ്പ് പോലും ഭീഷണിയിലാകുന്ന തരത്തിൽ, അവരുടെ ജീവിതം പോലും വഴിമുട്ടുന്ന തരത്തിൽ, ഒരു കല്യാണത്തിനോ മരണ വീട്ടിലോ പോകാൻ പോലും കഴിയാത്ത തരത്തിൽ ഈ നരാധമൻ ചെയ്ത പണിയാണത്. ഇതായിരുന്നു അവരുടെ ഉദ്ദേശം. ഒരു സ്ത്രീ അങ്ങനെ സ്വതന്ത്രമായിട്ട് യാത്ര പോവുകയും മക്കൾ അധ്വാനിച്ച് പെൺമക്കൾ അധ്വാനിച്ച് ഉമ്മയെ നോക്കുകയും ഉമ്മയുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുകയും ആ ഉമ്മ തൻ്റെ ജീവിതത്തിലെ ചെറിയ കാലത്ത് നടക്കാതെ പോയ പഠനം എന്ന സ്വപ്നം വീണ്ടും കരുപ്പിടിപ്പിക്കുകയും അത് മറ്റു സ്ത്രീകൾക്ക് പ്രചോദനമാവുകയും ചെയ്താൽ അതാണ് പ്രശ്നം എന്ന് മനസ്സിലാക്കിയ ഇബ്രാഹിം സഖാഫി ആ സ്ത്രീകളോട് ചെയ്തത്, ആ കുടുംബത്തോട് ചെയ്തത് കൊടും ക്രൂരതയാണ്, മനുഷ്യത്വ വിരുദ്ധമാണ്, സ്ത്രീ വിരുദ്ധമായ ഇസ്ലാമിൻ്റെ നെറികെട്ട പണി ഇബ്രാഹിം സഖാഫി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതിനെ തുടർന്ന് പല വിമർശനങ്ങൾ വന്നു. പല ആളുകളും ഇബ്രാഹിം സഖാഫിയെ കുറ്റം പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു. ആധുനിക ലോകത്ത് ഇത് ഇങ്ങനെ പറഞ്ഞ് ഇസ്ലാമിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ റഫീഖ് സലഫി വരെ ഇദ്ദേഹത്തെ തള്ളി പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. അത് ഇമ്പാക്റ്റാണ്. ഈ സമൂഹം മാറുന്നതിൻ്റെ, ഈ സമുദായത്തിനകത്ത് മാറ്റമുണ്ടാകുന്നതിന്, പെൺകുട്ടികളുടെ ശബ്ദം ഉയർന്നു വരുന്നതിൻ്റെ, സ്ത്രീകളുടെ പ്രതിരോധം, ചോദ്യം ഉസ്താദുമാർക്ക് നേരെ നീളുന്നതിൻ്റെ നല്ല ഉത്തമ ലക്ഷണമായിട്ട് ചില ബുദ്ധി ഉഴുതിച്ച മൗലവിമാര് ഇസ്ലാമിന്റെ സ്ത്രീ വിരുദ്ധതയെ ചെറുങ്ങനെ പൊതിഞ്ഞു പിടിക്കാനും മറച്ചു പിടിക്കാനും വളച്ചൊടിക്കാനും ശ്രമിച്ചു. എന്നെ ഞെട്ടിച്ചത് റഫീഖ് സലഫി യാത്രകൾ ചെയ്യുന്നതിന് എന്താണ് ഇസ്ലാമിൽ തടസ്സം എന്നതുകൊണ്ട് ഇബ്രാഹിം സഖാഫിയെ തള്ളിക്കൊണ്ട് ഈ ഉമ്മക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് പരസ്യമായി വീഡിയോ ചെയ്തു എന്നാണ്. രഹസ്യമായിട്ട് എന്താ അറിയില്ല. പല ഇസ്ലാമിക ബ്ലോഗർമാരും ഖുർആനിലെ ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കുന്നതിൽ നിങ്ങൾ അള്ളാഹുവിന്റെ ഭൂമിയിലൂടെ സഞ്ചരിക്കൂ എന്ന ഖുർആൻ വചനത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഈ ഉമ്മ ചെയ്തത് ഇസ്ലാമികമായി തെറ്റല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചു. യാത്രകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചു. വലിയ മാറ്റമാണ്. റഫീഖ് സലഫിയെ പോലെയുള്ള ഒരാൾ, അദ്ദേഹം പക്ഷേ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം പറഞ്ഞു ഇങ്ങനെ യാത്ര ചെയ്യുന്നതിന് തടസ്സമില്ല, പക്ഷെ ചില നിബന്ധനകൾ മതം പറയുന്നുണ്ട് എന്ന് പറഞ്ഞു പോയി. ആ നിബന്ധനകൾ എടുത്തു പറയാൻ പോലും റഫീഖ് സലഫി തയ്യാറായില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ്. നിങ്ങൾ ആരെങ്കിലും റഫീഖ് സലഫിയുടെ വീഡിയോ കണ്ടിരുന്നോ എന്നും ഈ വിഷയത്തിൽ അത് കണ്ട് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ അത്ഭുതം തോന്നിയിരുന്നോ എന്നും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും. അതേ സമയത്ത് അങ്ങേയറ്റത്തെ സ്ത്രീ വിരുദ്ധത ഇപ്പോഴും പറയാൻ ഒരു ലജ്ജയുമില്ലാത്ത പ്രത്യേകിച്ച് AP വിഭാഗം സഖാഫിമാരും AP ഉസ്താദിന്റെ ശിഷ്യഗണങ്ങളും, കാരണം കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും സ്ത്രീ വിരുദ്ധനായ ഒരു മതപണ്ഡിതനായ AP അബൂബക്കർ മുസ്ലിയാരുടെ ശിഷ്യഗണങ്ങൾ ഒന്നടങ്കം ഇബ്രാഹിം സഖാഫിക്ക് പൂർണ്ണ പിന്തുണയുമായി രംഗത്ത് വരികയും ഈ AP അബൂബക്കർ മുസ്ലിയാർ തന്നെയും രംഗപ്രവേശം ചെയ്തുകൊണ്ട് ഇക്കാര്യത്തിലുള്ള മതത്തിന്റെ അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തു. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം? സ്ത്രീകൾ അങ്ങനെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ യാത്ര ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെ യാത്ര ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായാൽ പുരുഷന്മാർ കൂടെ വേണം എന്ന ഇസ്ലാമിന്റെ മതവിധി അദ്ദേഹം ഒരു ഉളുപ്പില്ലാതെ ഈ എന്താ പറയാ അവസാന കാലത്തും പറഞ്ഞു. അപ്പോൾ ആ വീഡിയോ ഞാൻ ഇവിടെ കേൾപ്പിക്കുന്നത് നിങ്ങൾ എല്ലാവരും ഇപ്പൊ കണ്ടതായിരിക്കും. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ കുറച്ചുകൂടി ആരോഗ്യമുള്ള ഒരു കാലത്തെ സ്ത്രീ വിരുദ്ധതയുടെ ആഴം, മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായം 18 നിജപ്പെടുത്തുന്ന ചർച്ച നടക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്ക് നിങ്ങളൊന്ന് കേട്ടോളൂ. ആ വിദ്യാർത്ഥിനികൾക്ക് അവരുടെ സദാചാരം നിലനിർത്താനും മറ്റ് വഴികൾ ചിന്തിക്കാതിരിക്കാനും വിവാഹം നടത്തുന്നത് നന്നായിരിക്കുമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇല്ല എന്നുള്ള അഭിപ്രായക്കാരുണ്ടാവും. ഞങ്ങളാരെയും ചോദ്യം ചെയ്യുന്നില്ല, ഗവൺമെന്റിന്റെ നിയമത്തെയും ചോദ്യം ചെയ്യുന്നില്ല. ഞങ്ങളുടെ അഭിപ്രായം പെൺകുട്ടികൾ 6 വയസ്സായാലും കെട്ടിക്കാൻ യാതൊരു തടസ്സവും ഇല്ല. കാരണം നോക്കൂ, പീഡനത്തിനിരയായ ഒരു പെൺകുട്ടിയെ അപമാനിച്ച് വീഡിയോ ചെയ്ത സംഘത്തിലെ ആളാണ് കേട്ടോ അദ്ദേഹം. ഇദ്ദേഹമല്ല ചെയ്തത്,
അദ്ദേഹത്തിന്റെ ഒരു അനുചരൻ എന്ന് പറയുന്ന ഒരു പേരോട് സഖാഫി പണ്ട് ഒരു പെൺകുട്ടിയെക്കുറിച്ച് മോശം പറഞ്ഞത് ഞാൻ കണ്ടത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആ പെൺകുട്ടിയാണ് പ്രശ്നക്കാരി എന്ന രീതിയിലാണ്. അപ്പൊ അതൊക്കെ പോട്ടെ, ഇത് സ്ത്രീവിരുദ്ധമായ മതം, സ്ത്രീവിരുദ്ധമായ പ്രവാചകൻ, സ്ത്രീവിരുദ്ധമായ മതഗ്രന്ഥം, അതിന്റെ സ്ത്രീവിരുദ്ധരായ അനുയായികൾ, യാതൊരു സാമൂഹ്യ ബോധവുമില്ലാത്ത, യാതൊരു മാനവിക ചിന്തയുമില്ലാത്ത അങ്ങേയറ്റം നീചമായ ഇസ്ലാമിക സ്ത്രീവിരുദ്ധത ഒരു ഉളുപ്പില്ലാതെ വിളിച്ചു പറയാൻ അറ്റ്ലീസ്റ്റ് ഇത് കേൾക്കുന്ന മനുഷ്യന്മാരെ കുറിച്ചെങ്കിലും ആലോചിക്കാനുള്ള പാങ്ങില്ലാത്ത ഈ ആളുകളെയാണ് ഞാൻ കൂട്ടത്തോടെ ഷെയ്ത്താൻമാർ എന്ന് വിളിച്ചത്. അതുകൊണ്ടാണ് ഞാൻ സ്ത്രീവിരുദ്ധ മതവിഷം പേറുന്ന ഷെയ്ത്താൻമാർ എന്ന് ഇന്നത്തെ വീഡിയോ ടൈറ്റിൽ ചെയ്തത്. എന്ന് മാത്രമല്ല, ഇവർ ഷെയ്ത്താൻമാരാണ് എന്ന് ഞാൻ വിളിച്ച ഈ ടൈറ്റിൽ പൂർണ്ണമായും ശരിയാണ് എന്ന് നിങ്ങൾക്ക് ഒരു പക്ഷേ ബോധ്യപ്പെടാവുന്ന ഒരു ഭാഗം ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് വരാനുണ്ട്. അപ്പൊ ഇതാണ് ഇനി ഇസ്ലാമുമായി ബന്ധപ്പെട്ട സ്ത്രീകളെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്, സ്ത്രീകൾ പുറത്തുനിന്നുമായി ബന്ധപ്പെട്ട ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്, പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള ബന്ധത്തിൽ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പുരുഷന്മാരോട് സ്ത്രീകളെ കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കുന്ന പടച്ചോൻ എന്നിങ്ങനെ തുടങ്ങി സ്ത്രീവിരുദ്ധമായ മതനിയമങ്ങളുടെ ഒരു ഏകദേശ ചിത്രം വളരെ എളുപ്പത്തിൽ പറയാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു സ്ത്രീവിരുദ്ധന്റെ പൊന്നാര അനുജനായിട്ടുള്ള സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയെ ക്ഷണിക്കാം. അതിലേക്ക് പോകുമ്പോൾ രണ്ട് കാര്യം കൂടി ഓർമ്മിപ്പിക്കണം. ഒന്ന്, മുസ്ലിം പുരുഷന്മാർക്ക് 4 കെട്ടാൻ സൗകര്യം ചെയ്തു കൊടുത്തത് എന്താവശ്യത്തിനായിരുന്നു എന്ന് ഈ എ പി അബൂബക്കർ മുസ്ലിം പറഞ്ഞത് ഒരു ഭാഗത്ത് ഓർത്തു വെക്കുക. ലിപ്സ്റ്റിക് ഇടുന്ന പെൺകുട്ടികൾ മുഴുവൻ വേശ്യകളാണ് എന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് എന്ന് പെൺകുട്ടികളെ ഉദ്ദേശിച്ച് വൃത്തികേട് പറഞ്ഞ മുജാഹിദ് ബാലുശ്ശേരിയെ കൂടി ഈ തരുണത്തിൽ നിങ്ങൾ സ്മരിക്കുക. അതിനുശേഷം നമുക്ക് അദ്ദേഹത്തിന്റെ അനുജനായിട്ടുള്ള, അദ്ദേഹത്തിന്റെ സഹോദരനായിട്ടുള്ള സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയിലേക്ക് പോകാം. ഏതെങ്കിലും ഒരു സ്ത്രീ സുഗന്ധം പൂശി എന്നിട്ട് ഒരു സമൂഹത്തിന്റെ ഇടയിലൂടെ അവൾ നടന്നു. എന്തിനാണത്? തൻ്റെ ഗന്ധം, തൻ്റെ സുഗന്ധം, താൻ ഉപയോഗിച്ച ആ ഒരു അത്തർ അത് മറ്റുള്ളവർ അറിയട്ടെ, എന്നിട്ട് മറ്റുള്ളവർ എന്നെ ശ്രദ്ധിക്കട്ടെ എന്ന ചിന്തയോടുകൂടി ഏതെങ്കിലും ഒരു സ്ത്രീ ഒരുങ്ങി പുറപ്പെട്ടാൽ ഫഹിയ സാനിയ, അവൾ വ്യഭിചാരിണിയാണ്. ഒന്നും അത്ഭുതപ്പെടേണ്ട, മുഹമ്മദ് നബിയുടെ വാക്കാണ്. മുഹമ്മദ് നബി തൊട്ടതിനും തൊടാത്തതിനും കണ്ടതിനും കാണാത്തതിനും ഒക്കെ സ്ത്രീകളെ വേശ്യ എന്ന് വിളിച്ച് ആക്ഷേപിച്ചിട്ടുണ്ട്. എത്രയോ അവസരങ്ങളിൽ, എത്രയോ കാരണത്തിന് സ്ത്രീകളെ ഒന്നടങ്കം വേശ്യ എന്ന് വിളിച്ചിട്ടുള്ള മനുഷ്യനാണ് മുഹമ്മദ് നബി. അതിൽ യാതൊരു ഇത് വേണ്ട. ഈ ഭാഗം ഒന്നുകൂടി നിങ്ങൾ കേൾക്കുന്നുണ്ട്, അവിടേക്ക് എത്തുമ്പോൾ നമുക്കതിനെ കുറിച്ച് പറയാം. ഫഹിയ സാനിയ, അവൾ വ്യഭിചാരിണിയാണ്. മുസ്ലിം ഉമ്മത്തിലെ സ്ത്രീകൾ സമൂഹത്തിനും ഒരു പരീക്ഷണമായി തീരരുത്, ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ഇസ്ലാം അവർക്ക് നൽകുന്ന നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പരമാവധി അവരവരുടെ വീടുകളിൽ അടങ്ങി ഒതുങ്ങി കഴിയുക എന്നുള്ളതാണ്. അതാണ് ഇസ്ലാമിനെ കുറിച്ചുള്ള പൊതു കാഴ്ചപ്പാട്. അത് ഇസ്ലാമിന്റെ നിലപാടാണ്. അത് അദ്ദേഹം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇനി പുരുഷന്മാരോട് സ്ത്രീകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും സ്ത്രീകളോട് സ്ത്രീകളെക്കുറിച്ച് തന്നെ ഓർമ്മപ്പെടുത്തുകയും സ്ത്രീകൾ എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്ന് അദ്ദേഹം ഒന്ന് ചുരുക്കി പറഞ്ഞുതരും. ഒന്ന് വേഗത്തിൽ കേട്ടുപോകാം. നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇതിനോടകം പറഞ്ഞാണ്. ബാക്കി ഇദ്ദേഹം പറയുന്നതൊക്കെ അദ്ദേഹം തന്നെ പറയുന്നതിൽ തന്നെ അതിന്റെ വിശദീകരണം അടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് ഓടിച്ച് കേട്ടുപോകാം. അപ്പോൾ ചുരുക്കത്തിൽ ഒരു പുരുഷനെ പ്രയാസപ്പെടുത്തുന്ന, അവൻ്റെ ലൈംഗിക വിശുദ്ധിയിൽ വലിയ ഒരു പരീക്ഷണമായി തീരുന്ന വിഷയമാണ് സ്ത്രീകൾ എന്നുള്ളത് അവിതർക്കിതമായ ഒരു കാര്യമാണ്. മതമുള്ളവരും ഇല്ലാത്തവരും എല്ലാവരും അംഗീകരിക്കുന്ന പൊതുവായ ഒരു തത്വമാണ് സ്ത്രീകളെ കൊണ്ട് പുരുഷന്മാർക്കുണ്ടാകുന്ന ഫിത്ന. ഇത്തരം വലിയ തത്വങ്ങളൊക്കെ സ്വന്തം അണ്ടർവെയറിന്റെ വള്ളിയിൽ കെട്ടിവെച്ചാൽ മതി. അത് മതമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഇതേ കാഴ്ചപ്പാടാണ് എന്ന് വെറുതെ വാരി എറിയാൻ നിൽക്കണ്ട. നിങ്ങളെ കാഴ്ചപ്പാട് പറയാ, നിങ്ങളുടെ മതം പറയാൻ മതി. നിങ്ങളുടെ മതത്തിന്റെ കാഴ്ചപ്പാട് തന്നെയാണ് ബാക്കിയുള്ളവർക്കും എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ ഇത് വിട്ടൊഴിവാക്കി പോകേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് മതമില്ലാത്തവന്റെ കാര്യങ്ങൾ പറയേണ്ട തൽക്കാലം. നിങ്ങളുടെ മതത്തിന്റെ കാഴ്ചപ്പാട് അത്ര മതി, വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട. അപ്പൊ സ്ത്രീകൾ പുറത്തിറങ്ങാൻ പാടില്ല. പുറത്തിറങ്ങുന്ന സ്ത്രീകൾ തന്നെ സുഗന്ധദ്രവ്യങ്ങൾ പൂശാൻ പാടില്ല. സുഗന്ധദ്രവ്യങ്ങൾ പൂശുകയോ ഭംഗിയുള്ള വസ്ത്രം ധരിക്കുകയോ ചെയ്ത് പുറത്തിറങ്ങുന്ന സ്ത്രീകൾ വേശ്യകളാണ് എന്ന് ഞങ്ങളെ മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. ഒക്കെ സെറ്റ്. ഇത് നമുക്ക് അറിയാവുന്നതുകൊണ്ടല്ലേ നമ്മൾ ഈ മതം വലിച്ചെറിഞ്ഞ് പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ പുരുഷന്മാരോട് പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു കാര്യമാണ് ഇസ്ലാമിൽ സ്ത്രീകളുടെ വിഷയം. ഈ സ്ത്രീകൾ ദുനിയാവിന്റെ ഭാഗം തന്നെയാണ്. പക്ഷേ ആ സ്ത്രീകളിലൂടെ നിങ്ങൾ എന്ത് ചെയ്യരുത്? പരീക്ഷണത്തിന് വിധേയമാക്കപ്പെടരുത്. അതുകൊണ്ട് സ്ത്രീകളുടെ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു. അതെ, പുരുഷന്മാരോട് പറയാൻ നിങ്ങൾ സ്ത്രീകളെ തൊട്ട് ശ്രദ്ധിക്കണം. സ്ത്രീകൾ നിങ്ങളുടെ പരീക്ഷണത്തിന് കാരണമാകും. സ്ത്രീകളിലൂടെ നിങ്ങൾക്ക് വലിയ ഫിത്ന എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകും. എന്നിട്ട് വേറൊരു ഭാഗത്ത് പറയാ, സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാകുന്നു, നിങ്ങൾ ഇച്ഛിക്കും വിധം പ്രവേശിച്ചു കൊള്ളുക. ആരാ പടച്ചോൻ? ആരായിരുന്നു പടച്ചോൻ? എന്താ പടച്ചോന്റെ പേര്? അള്ളാഹുവാണ് പടച്ചോൻ. ഈ മാതിരി വൃത്തികേടൊക്കെ പറഞ്ഞു വെച്ച്, ഈ മാതിരി ഒരു ബുദ്ധിയും ബോധമില്ലാത്ത വർത്താനം പറഞ്ഞു വെച്ച ആളുടെ പേര് പടച്ചോനാ? ആ പടച്ചോന അള്ളാഹു? അതോ ഇത് 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു വൈകാരികമായിട്ട് പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് സംശയിക്കത്തക്ക ഒരു ഗോത്ര നേതാവിന്റെ ജൽപ്പനങ്ങളാണ്? നിങ്ങൾ പറയും. പുരുഷന്മാരോട് പറയാം, സ്ത്രീകളെ കുറിച്ച് നിങ്ങൾ നല്ലോണം സൂക്ഷിക്കണം, സ്ത്രീകളെ കുറിച്ച് നിങ്ങൾ നല്ലോണം ആലോചിക്കണം. സകല ഫസാദിന്റെയും തിന്മയുടെയും സകല ഫിത്നകളുടെയും കാരണക്കാർ സ്ത്രീകളാവാൻ സാധ്യതയുണ്ട്. സ്ത്രീകൾ വലിയ ഫിത്നയാണ് ആണുങ്ങൾക്ക്. എന്നാലോ 1 കെട്ടി, 2 കെട്ടി, 3 കെട്ടി, 4 കെട്ടി, എന്നിട്ട് വേണമെങ്കിൽ ഇതിൽ നിന്ന് ഒന്നിനെ മൊഴി ചൊല്ലി വേറെയും കെട്ടി വീടകങ്ങളിൽ പൂട്ടിയിട്ട് അനുസരണക്കേട് കാണിക്കുമെന്ന് തോന്നിയാൽ അടിച്ച്
ആവശ്യത്തിന് ചന്തയിൽ പോയി അടിമകളെ വാങ്ങിക്കൊണ്ടുവന്ന് മുത്തനബിയുടെ കാലത്താണെങ്കിൽ യുദ്ധത്തിനെന്ന് പേരും പറഞ്ഞ് ഉറങ്ങിക്കിടക്കുന്ന ഗോത്രങ്ങളെ മുഴുവൻ ആക്രമിച്ച് അവിടുത്തെ ആണുങ്ങളെ കൊന്ന് അവിടുത്തെ പെൺകുട്ടികളെയും സ്ത്രീകളെയും പിടിച്ചുകൊണ്ട് വന്ന് ഓഹരി വെച്ച് എന്തൊരു ഉളുപ്പില്ലായ്മയാണ് എന്നാലോചിക്കും ഈ മതം സ്ത്രീകളെ കുറിച്ചുള്ള ഇവരുടെ കാഴ്ചപ്പാട്. അത് ഇവരോട് ചോദിച്ചാൽ പറയും മാതാവിന്റെ കാൽ കീഴിലാണ് സ്വർഗം എന്ന് ഖുർആനിൽ ഉണ്ടല്ലോ, പിന്നെ മുത്തനബി പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് വിശ്വസിക്കുന്ന സ്ത്രീകൾ പോലും ഉണ്ട് എന്നതാണ് ദുരന്തം. മുസ്ലിം സ്ത്രീകളെ സംബന്ധിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം. അവനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞതിനോടൊപ്പം സ്ത്രീകളുടെ കാര്യം പ്രത്യേകം പറയുകയാണ്. വത്തഖുന്നിസാ, സ്ത്രീകളുടെ കാര്യം ശ്രദ്ധിക്കണം. ഫഇന്ന അവ്വല ഫിത്നതി ബനി ഇസ്രായീൽ കാനത് ഫിന്നിസാ, ബനു ഇസ്രായീലരിൽ ഉണ്ടായ ഫിത്നകളിൽ ഏറ്റവും ആദ്യമുണ്ടായ ഫിത്ന സ്ത്രീകളുടെ വിഷയത്തിലായിരുന്നു. ആദ്യം ഉണ്ടായ ഫിത്ന അല്ല, ഏറ്റവും വലിയ ഫിത്ന ഇസ്ലാമിന്റെ അള്ളാഹു. ആദ്യത്തെ ഫിത്ന, എല്ലാ ഫസാദിന്റെയും ഉറവിടം അള്ളാഹുവാണ്, ഖുർആനാണ്, മുഹമ്മദാണ്. മുസ്ലിം സ്ത്രീകൾ അനുഭവിക്കുന്ന, മുസ്ലിം പുരുഷന്മാർ അനുഭവിക്കുന്ന എല്ലാ തിന്മയുടെയും എല്ലാ ഫസാദിന്റെയും ഒന്നാമത്തെ കാരണക്കാരൻ അള്ളാഹുവാണ്. രണ്ടാമത്തത് മുഹമ്മദാണ്. മൂന്നാമത്തത് ഖുർആനാണ്. ഉറക്കെ പറഞ്ഞോളി, ധൈര്യമായിട്ട് പറഞ്ഞോളി. നിങ്ങൾക്ക് തെളിവ് നോക്കിയിട്ട് കിട്ടിയില്ലേ നിങ്ങൾ എന്നെ വിളിച്ചോളി, ഞാൻ തരാം. എന്താ കഥ? സൂറത്തുൽ അഹ്സാബിലെ 33-ാമത്തെ ആയത്ത് ശ്രദ്ധിക്കുക. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങി ഒതുങ്ങി കഴിയുക സ്ത്രീകളോട്. വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊല, ആദ്യകാല ജാഹിലി സമ്പ്രദായത്തിൽപ്പെട്ട രൂപത്തിൽ സ്ത്രീകൾ പുറത്തിറങ്ങി നടന്നതുപോലെ നിങ്ങൾ ഒരിക്കലും വീടുകൾക്ക് പുറത്തിറങ്ങി നടക്കരുത്. അതെ, ഖദീജയും ആമിനയും ഒന്നും പുറത്തിറങ്ങി നടന്നതുപോലെ ആയിഷയും ഹഫ്സയും സൈനബും ഒന്നും പുറത്തിറങ്ങി നടക്കരുത് എന്ന് സാരം. ഖദീജ പുറത്തിറങ്ങി നടന്നതിന്റെ ദുരന്തമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൂട്ടരെ. ഖദീജക്ക് ആ ജാഹിലിയ കാലത്ത് ഒരു വ്യക്തി എന്ന രീതിയിൽ അവിടെ ജീവിക്കാനും അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് അവരുടെ ഇഷ്ടങ്ങളനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ജാഹിലിയ കാലത്ത് കൊടുത്തതിൻ്റെ ഒരു കെടുതിയാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതല്ലാത്ത ഒരു പ്രശ്നവും സ്ത്രീകൾ കാരണം ലോകത്തുണ്ടാവില്ല. സ്ത്രീകൾ കാരണം പ്രശ്നം ഉണ്ടായി എന്ന് പറയുന്നവർ സ്ത്രീകളെ ചൊല്ലി പുരുഷന്മാരുണ്ടാക്കിയ പ്രശ്നത്തെ കുറിച്ചാണ് പറയുന്നത്. അത് വാസ്തവത്തിൽ എങ്ങനെയാ സ്ത്രീകളുടെ പ്രശ്നമാവുന്നത്? അത് പുരുഷന്റെ പ്രശ്നമല്ലേ? എന്താ കഥ? ഒരു സ്ത്രീ തൻ്റെ സൗന്ദര്യം പുരുഷന്മാരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നതിനാണ് തബറുജ് എന്ന് പറയുന്നത്. അപ്പോൾ തങ്ങളുടെ ഭംഗി വെളിവാക്കുകയും പുരുഷനെ ആകർഷിക്കുന്ന രൂപത്തിൽ സ്ത്രീകൾ രംഗപ്രവേശം ചെയ്യുകയും ചെയ്യുന്നതിനാണ് തബറുജ് എന്ന് പറയുന്നത്. അത്തരം തബറുജുകൾ മുസ്ലിം ഉമ്മത്തിലെ സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ല. അവർ അവരുടെ വീടുകളിൽ അടങ്ങി ഒതുങ്ങി കഴിയുകയാണ് വേണ്ടത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഫിത്ന ഭയപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീടകങ്ങളിൽ കുത്തിയിരിക്കണം എന്ന് പുരുഷന്മാരോട് ഒരായത്തിറക്കിയാൽ തീരാവുന്ന പ്രശ്നമേ. സ്ത്രീകൾ പുറത്തിറങ്ങുന്നത്, സ്ത്രീകൾ വരുന്നുണ്ട് മണ്ടിക്കോ മൂല്യരേ എന്ന് പറഞ്ഞ് ഓടിയാൽ പോരെ? ഏതെങ്കിലും സ്ത്രീ പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ സ്ത്രീകൾ പുറത്തു തങ്ങുമ്പോൾ എങ്ങനെയാണ് പുരുഷന് ഫസാദ് ഉണ്ടാകുന്നത്? പുരുഷൻ എങ്ങനെയാണ് അത് പരീക്ഷണമാകുന്നത്? നിന്റെ കണ്ണും നിന്റെ തലയും നിന്റെ ഞരമ്പും ശരിയല്ലാത്തോണ്ടല്ലേ? അല്ലേ പൊന്നു മൊയിലേരെ, നിങ്ങളെ ഞരമ്പിന്റെ കേടല്ലേ സ്ത്രീകളുടെ പ്രശ്നമാണോ? ഞരമ്പിന് ചികിത്സിക്കല്ലേ വേണ്ടത്? ഈ ഞരമ്പ് ഈ കോലത്തിൽ കോറങ്ങടാക്കി സൃഷ്ടിച്ചു വിട്ടാളുടെ പേരെന്താ? പടച്ചോനല്ലേ? ആ തന്നെ പിന്നെ മണ്ണിൽ സൃഷ്ടിച്ചു വെച്ച് ഈ വയറിങ് മൊത്തം ചെയ്തു വെച്ചതാരാ? ഈ തലതിരിഞ്ഞ വയറിങ് ഒരു സ്ത്രീക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത കോലത്തിൽ ഒരു പുരുഷന്റെ തലച്ചോറും അവന്റെ ശരീരവും അവന്റെ ചിന്തയും അവന്റെ ഞരമ്പും ഉണ്ടാക്കി വിട്ട ആളുടെ പേരെന്താ? അള്ളാഹു അല്ലേ? സകല ഫിത്നയും അള്ള ഉണ്ടാക്കിയതല്ലേ? അല്ലേ? അപ്പൊ എന്നിട്ട് നിങ്ങൾക്ക് അള്ളാഹു എന്താ പറയേണ്ടത്? പുറത്തിറങ്ങിയാൽ ആണുങ്ങൾ ഫിത്ന ഭയപ്പെടുന്നുവെങ്കിൽ ആണുങ്ങൾ അകത്ത് നിൽക്കട്ടെ, വാതിലടച്ചിരിക്കട്ടെ, സ്ത്രീകൾ പുറത്തിറങ്ങട്ടെ, എന്താ പ്രശ്നം? അപ്പൊ പറയും അധ്വാനിക്കണ്ടേ, ചെലവ് നോക്കണ്ടേ അറിയും. ഇതിന് മറുപടി ആയിട്ട് വരും, അപ്പൊ പറയാം ബാക്കി. അപ്പോൾ സുഗന്ധം പുരട്ടാതെ ഭംഗിയുള്ള വസ്ത്രം ധരിക്കാതെ ഇസ്ലാമിന്റെ മര്യാദകൾ പാലിച്ചുകൊണ്ട് ഹിജാബ് ധരിച്ചുകൊണ്ട് പള്ളികളിൽ നമസ്കരിക്കാൻ അവർക്ക് പോകാവുന്നതാണ്. അപ്പോൾ ആ നിലക്ക് മര്യാദകൾ പാലിച്ചുകൊണ്ട് അത്യാവശ്യത്തിന് വേണ്ടി അവർക്ക് പുറത്തിറങ്ങുന്നതിൽ യാതൊരു വിരോധവുമില്ല. അത് വല്ലാത്തൊരു ഔദാരിയായിപ്പോയി. എൻ്റെ ഔദാര്യമാണല്ലോ മനുഷ്യനായി ഇവിടെ ജീവിച്ച ഒരു സ്ത്രീ പുറത്തിറങ്ങി പോകാൻ ഭംഗിയുള്ള വസ്ത്രം ധരിക്കാതെ സുഗന്ധ ദ്രവ്യങ്ങൾ പൂശാതെ വേണമെങ്കിൽ അവൾക്ക് പള്ളിക്കൊക്കെ പോകാം എന്ന്. പള്ളിയിലേക്ക് സുഗന്ധം പൂശി പോകുന്ന സ്ത്രീയെ തിരിച്ചു വിളിച്ച് കുളിക്കാൻ പറഞ്ഞയച്ച് കുളിച്ച് ആ സുഗന്ധമൊക്കെ കഴുകിക്കളഞ്ഞിട്ട് പള്ളിക്ക് വന്നാൽ മതി എന്ന് അബൂ ഹുറൈറ ഒരു സ്ത്രീയെ ഉപദേശിച്ച കഥ ഹദീസിലുണ്ട്. കാരണം റസൂൽ പറഞ്ഞിട്ടുണ്ട്, സുഗന്ധം പൂശിയിട്ട് പുറത്തിറങ്ങുന്ന പെണ്ണ് അവൾ വേശ്യയാണ്. ഏതാങ്ങളെ മുത്തുനബിയിലെ? എന്നാൽ ഒരു ആവശ്യവുമില്ലാതെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുക, ഇനി പുറത്തിറങ്ങുകയാണെങ്കിൽ തന്നെ തങ്ങളുടെ സൗന്ദര്യം വെളിവാകുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണ രീതികൾ സ്വീകരിച്ചുകൊണ്ടോ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടോ നടത്തത്തിലും ചേഷ്ടകളിലും സംസാരങ്ങളിലും മറ്റുള്ളവരെ ആകർഷിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടോ ഒരു കാരണവശാലും അവർ പുറത്തിറങ്ങരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു. ആണുങ്ങളോട് പറഞ്ഞു വന്നിട്ട് നല്ലോണം നിങ്ങൾ കുളിച്ചൊരുങ്ങി കുട്ടപ്പന്മാരായി നല്ല അസ്തറൊക്കെ പൂശി സുറുമയൊക്കെ എഴുതിയിട്ട് നിങ്ങൾ പുരുഷന്മാർ പുറത്തിറങ്ങിക്കോളി. ഏത് സ്ത്രീകളെ കണ്ടാലും നിങ്ങൾ 4 കെട്ടിയതാണെങ്കിലും ഒന്നുകൂടി കെട്ടട്ടെ നിങ്ങൾ ചോദിക്കുമ്പോൾ വേണ്ട കാക്കയെന്ന് പറയാനുള്ള ഒരു അവസ്ഥകൾ ഉണ്ടാക്കരുത്. നിങ്ങൾ നല്ലോണം നിങ്ങളെ മൊഞ്ച് നോക്കണം. എന്നിട്ടോ കല്യാണം കഴിക്കാൻ പോകുന്ന സ്ത്രീയെ ഈ മാലിഹ വലി ജമാലിഹ എന്നാണ്.
എന്ന് പറഞ്ഞാൽ സൗന്ദര്യം നോക്കിയിട്ട് നിങ്ങൾ സ്ത്രീകളെ കല്യാണം കഴിച്ചോളി, അതിന് സൗന്ദര്യം നോക്കാൻ കുഴപ്പമില്ല. അങ്ങനെ സുന്ദരിയായ സ്ത്രീയെ കല്യാണം കഴിച്ച് വീട്ടിറക്കി കൊണ്ടുവന്നതിന് ശേഷം അവനവന്റെ വീട്ടിൽ കയറ്റിയാൽ പിന്നെ അവർ സുന്ദരിയായി പുറത്തിറങ്ങരുത്. പിന്നെ നല്ല വസ്ത്രം ധരിക്കരുത്, ആകർഷകമായ വസ്ത്രം ധരിക്കരുത്, വിയർപ്പ് ഗന്ധത്തെ അകറ്റാൻ പോലും ഡിയോഡറന്റ് പോലും ഉപയോഗിക്കരുത്, സുഗന്ധവ്യഞ്ജനങ്ങൾ ഉപയോഗിക്കരുത്, ലിപ്സ്റ്റിക് ഇടരുത്, കണ്ണെഴുതരുത്, പൊട്ടുകുത്തരുത്, ആടയാഭരണങ്ങൾ ഒന്നും പാടില്ല, മൂടുപടം മാത്രം ഇടുക. കാരണം എന്താ? അന്നിസാവു ഔറ, സ്ത്രീ പൂർണ്ണമായും ഔറത്താകുന്നു, പുറത്തിറങ്ങാൻ പാടില്ല. നിങ്ങൾ ധാരാളമായി പുരുഷന്മാരെ പോലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നവരായി സ്ത്രീകൾ മാറാൻ പാടില്ല. പുറത്തിറങ്ങൽ അധികരിപ്പിക്കരുത്, അതിനൊരു ലിമിറ്റേഷൻ വേണം സ്ത്രീകൾക്ക്. മാത്രമല്ല ഭംഗിയുള്ള വസ്ത്രങ്ങൾ ധരിക്കാനോ സുഗന്ധം പൂശാനോ പാടില്ല. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഭയങ്കര അത്യാവശ്യം സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കുന്ന ഒരു കുടുംബമാണ് ഇസ്ലാമിക കുടുംബം എന്നിപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഏതെങ്കിലും ഒരു സ്ത്രീ സുഗന്ധം പൂശി എന്നിട്ട് ഒരു സമൂഹത്തിന്റെ ഇടയിലൂടെ അവൾ നടന്നു. എന്തിനാണത്? തൻ്റെ ഗന്ധം, തൻ്റെ സുഗന്ധം, താൻ ഉപയോഗിച്ച ആ ഒരു അത്തർ അത് മറ്റുള്ളവർ അറിയട്ടെ, എന്നിട്ട് മറ്റുള്ളവർ എന്നെ ശ്രദ്ധിക്കട്ടെ എന്ന ചിന്തയോടുകൂടി ഏതെങ്കിലും ഒരു സ്ത്രീ ഒരുങ്ങി പുറപ്പെട്ടാൽ ഫഹിയ സാനിയ, അവൾ വ്യഭിചാരിണിയാണ്. ഈ വിശദീകരണം ഹദീസിലില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സുഗന്ധ വ്യഞ്ജനങ്ങൾ പൂശി പുറത്തിറങ്ങുന്ന സ്ത്രീ വ്യഭിചാരിണിയാണ്. നിങ്ങൾക്കറിയോ, സ്ത്രീകളുടെ മുടി ഇങ്ങനെ കെട്ടിവെച്ചിട്ട് ഇവിടെ തലയിൽ ഇവനെ കെട്ടിവെച്ച് നടക്കുന്ന സ്ത്രീകൾ, അല്ലെങ്കിൽ മുടിനാരിയുടെ പുറത്ത് കാണുന്ന സ്ത്രീകൾ, അവരുടെ പർദ്ദക്കോ ഹിജാബിനോ പുറത്തേക്ക് മുടിനാരിഴ പുറത്ത് കണ്ടാൽ മഹസാമീനിയെ ഓർക്കാതെ നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ഒരു അടി മുന്നോട്ട് പോകരുത്. ഹിജാബ് ധരിച്ചതിനിടയിലൂടെ തലമുടിയുടെ ഒരു ഭാഗം കണ്ടു എന്ന പേരിലാണ് മഹസാ അമീനി ആക്രമിക്കപ്പെടുന്നതും കൊല്ലപ്പെടുന്നതും. ഹിജാബ് ധരിക്കാത്തതിന്റെ പേരിൽ നിങ്ങൾ ആലോചിക്കണം. ഹിജാബ് ധരിച്ചത് ഇംപ്രോപ്പർ ആയിരുന്നു എന്നതിന്റെ പേരിൽ ആക്രമിക്കപ്പെട്ട് കൊല്ലപ്പെട്ട സ്ത്രീ. അങ്ങനെ മുടിനാരിയുടെ പുറത്ത് കാണുകയോ തലയിൽ മുടി ഇങ്ങനെ ചുറ്റിക്കെട്ടി വെക്കുകയോ ചെയ്താൽ ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെയെന്നൊക്കെയാണ് അതിന്റെ ഉദാഹരണം. അങ്ങനെ ചെയ്താൽ ആ സ്ത്രീ സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്ന് മാത്രമല്ല, വലാ തജിദിന റീഹഹ എന്നാണ് മൂല്യമരുവ എന്ന് പറയാം. അതിന്റെ സുഗന്ധം പോലും, സ്വർഗത്തിന്റെ പരിമളം പോലും അത്തരം സ്ത്രീകൾ അനുഭവിക്കുകയില്ല എന്നാണ്. പിന്നെ സ്ത്രീകളോട് പറയാണ്ട്, സ്ത്രീകൾ നരകത്തിന്റെ അടിത്തട്ടിൽ, മീൻസ് നിങ്ങൾ ഏറിയ കൂറും സ്ത്രീകളിൽ ഒരു വലിയ വിഭാഗം നരകത്തിലായിരിക്കും എന്ന് മുഹമ്മദ് തന്റെ പരിപാടിയിൽ വീക്ഷിക്കാൻ വന്ന സ്ത്രീകളോട് പറഞ്ഞതായിട്ട് വേറൊരു ഹദീസ് കാണാം. അപ്പൊ ഇങ്ങനെ സ്ത്രീ വിരുദ്ധത എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ഹോൾസെയിൽ കടയാണ് ഇസ്ലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ മർഅതു ഔറ, സ്ത്രീ എന്നത് ഔറത്താണ്. ഫഇദാ ഖറജത് ഇസ്തശറഫഹ ശൈത്താൻ, അവൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഉടനെ തന്നെ അവളുടെ പിന്നാലെ ഒരു പിശാച് കൂടി ഇറങ്ങുന്നതാണ്. സ്ത്രീ ഔറത്താണ്, അഥവാ അവൾ കാത്തു സൂക്ഷിക്കപ്പെടേണ്ടവളാണ്, അവൾ മറക്കപ്പെടേണ്ടവളാണ്, വെളിവാക്കപ്പെടേണ്ടവളല്ല. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് അവൾ പുറത്തിറങ്ങിയാൽ ഇസ്തശറഫഹ ശൈത്താൻ, ഒരു പിശാച് അവളുടെ പിന്നാലെ കൂടും. ഉറപ്പല്ലേ? ആ കാലഘട്ടത്തിൽ മുഹമ്മദ് നബിക്ക് അനുഭവമുണ്ട്. പലരും പുറത്തിറങ്ങിയപ്പോൾ പല ശൈത്താന്മാരും പിന്നാലെ കൂടിയിട്ട് വിട്ടോക്ക് ഞാൻ കണ്ടുക്കിട്ടോ എന്ന് വിളിച്ചു പറഞ്ഞത് അനുഭവമുണ്ട്. ഇത് ഉമറിനെ ഉദ്ദേശിച്ച് പറഞ്ഞാണോ എന്ന് ആർക്കറിയാം? ഉമറിനെ പേടിച്ച് പറഞ്ഞാണോ എന്ന് ആർക്കറിയാം? ആവാനാണ് സാധ്യത. കാരണം ഉമർ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കൊക്കെ അവിടെ പേടി സ്വപ്നമായിരുന്നു. ഹഫ്സയെ ഉമർ പേടിപ്പിച്ചിട്ടുണ്ട്. ഹഫ്സ ഞാൻ കണ്ടുകൊണ്ടിട്ടോ എന്ന് പൊന്തക്കാട്ടിൽ വെളിക്കിരിക്കാൻ പോയ ഹഫ്സയെ പിന്തുടർന്നു പോയി പേടിപ്പിച്ച ഉമർ. അതുകൊണ്ട് നബി പറഞ്ഞു, ഏതെങ്കിലും ഒരു പെണ്ണ് പുറത്തിറങ്ങിയാൽ ആ സ്ത്രീയുടെ പുറകെ ഒരു പിശാച് കൂടും. ഇനി എന്തെങ്കിലും കാരണവശാൽ ആ കാലഘട്ടത്തിലെ പിശാചുക്കൾ ഇപ്പൊ ഇല്ലാത്തത് കൊണ്ടും, ഈ കാലഘട്ടത്തിൽ അള്ളാഹു പറഞ്ഞ ഈ ജിന്നുകളുടെ നേതാവായിരുന്ന പിശാജ് സാക്ഷാൽ ഇബ്ലീസിനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ആ പിശാജ് ശ്രദ്ധിച്ചില്ല എങ്കിൽ, ആ പിശാജിന് മൂടില്ലാത്ത സമയമാണെങ്കിൽ, ബാക്കി മൂല്യന്മാരായിട്ടുള്ള സകല പിശാചുക്കളും ആ സ്ത്രീയുടെ പുറകെ കൂടും. എന്തുകൊണ്ടാണ് ഞാൻ സ്ത്രീ വിരുദ്ധത അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധ മതവിഷം പേറുന്ന ശൈത്താന്മാർ എന്ന് ഞാൻ ഈ വീഡിയോക്ക് ടൈറ്റിൽ ഇട്ടത് എന്ന് നിങ്ങൾ ഇപ്പോൾ ഓർക്കുന്നത് നന്നായിരിക്കും. ഏതെങ്കിലും നിലക്കൊരു ഫിത്നയിൽ, ഒരു പരീക്ഷണത്തിൽ അവളെ കൊണ്ട് മറ്റുള്ളവർക്കോ മറ്റുള്ളവരെ കൊണ്ട് അവൾക്കോ ഒരു ഫിത്ന ഉണ്ടാകുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടായിത്തീരുന്നു. അതെ, അങ്ങനെ പിശാച് ഇറങ്ങി ഫിത്ന ഉണ്ടാക്കേണ്ടതാണ് സ്വാഭാവികമായിട്ട്. നീ എങ്ങാനും സാക്ഷാൽ ശൈത്താൻ ഇറങ്ങിയിട്ട് ഒരു ഫിത്ന ഉണ്ടാക്കിയില്ല, അവർ സേഫായിട്ട് വീട്ടിൽ തിരിച്ചെത്തി, അവർ മക്കളുടെ കൂടെ വീണ്ടും സന്തോഷമായിട്ട് ജീവിക്കുകയാണെങ്കിൽ സകല ശൈത്താന്മാരും ഒന്നിച്ചിറങ്ങും. പിന്നെ അവർ പുറത്തിറങ്ങാൻ പറ്റാത്ത കോലത്തിൽ അവരെ അധിക്ഷേപിക്കും, ആക്ഷേപിക്കും, അവരുടെ ജീവിതം താറുമാറാക്കും. അതിനു വേണ്ട ശൈത്താന്മാരൊക്കെ എമ്പാടും നാട്ടിലൊന്നുണ്ട്. അതിലെ 3 ശൈത്താന്മാരെയാണ് ഞാനിവിടെ മുഖത്ത് നിങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഇതിനേക്കാളും മൂത്ത ശൈത്താന്മാർ നമ്മുടെ നാട്ടിൽ വേറെയുമുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ആ പ്രവചനം അച്ചട്ടാണ് എന്ന് പറയാതിരിക്കാൻ യാതൊരു നിർവാഹമില്ല. മുഹമ്മദിന്റെ ആ പ്രവചനം അന്ന് ഉമറിനെ കുറിച്ചാണെങ്കിൽ പോലും ഇക്കാലത്തും അത് പ്രസക്തമാണ്. ഉമറിന്റെ പിന്തുടർച്ചക്കാരായിട്ട് ഒരുപാട് ശൈത്താന്മാർ എല്ലാ കൊല്ലവും ബിരുദം നേടി പുറത്തിറങ്ങുന്നുണ്ട്. നിങ്ങൾ കേസ് കൊടുക്കുക. ഞാൻ മുസ്ലിം പണ്ഡിതന്മാരെ ഒന്നടങ്കം ആക്ഷേപിച്ചു പറഞ്ഞ കേസ് കൊടുക്കുക. തെളിവുകൾ ഓരോന്നായിട്ട് പുറത്തുതരാം. ഒരു സ്ത്രീ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നതിൽ ഏറ്റവും ഹൈറായത് അവൾ അവളുടെ വീടുകളിൽ വെച്ച് തന്നെ അത് നിർവഹിക്കലാണ് എന്ന് പറഞ്ഞാൽ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതിനനുസരിച്ച്
ഫിത്നകളുണ്ടാകും, പരീക്ഷണങ്ങളുണ്ടാകും. ഒരു സ്ത്രീ മുന്നിട്ട് വന്നാലും ഷെയ്ത്താന്റെ രൂപത്തിലാണ്, ഒരു സ്ത്രീ പിന്നിട്ട് പോയാലും ഷെയ്ത്താന്റെ രൂപത്തിലാണ്. അതായത് സ്ത്രീയുടെ മുന്നിൽ നിന്ന് നോക്കിയാൽ ഷെയ്ത്താനാണ്, പിന്നിൽ നിന്ന് നോക്കിയാലും ഷെയ്ത്താനാണ്. എങ്ങനെയുണ്ട്? ഇതാണ് സ്ത്രീ എന്ന് പറഞ്ഞാൽ മുന്നിൽ നിന്ന് നോക്കിയാലും പിന്നിൽ നിന്ന് നോക്കിയാലും ഒക്കെ ഷെയ്ത്താനാണ് എന്നതാണ് ഇസ്ലാമിന്റെ പൊതു കാഴ്ചപ്പാട്. അതുകൊണ്ട് മുസ്ലിം സ്ത്രീകളോട്, ഈ ഉസ്താദുമാർക്ക് വെച്ച് വിളമ്പിക്കൊടുക്കുന്ന സകല മുസ്ലിം സ്ത്രീകളോടും ഉമ്മമാരോടും സഹോദരിമാരോടും ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ ആത്മാഭിമാനത്തെ പൊതു ഇടങ്ങളിൽ ഇതുപോലെ ചവിട്ടി മരിക്കുന്ന ഇതുപോലെയുള്ള മൂല്യന്മാർക്ക് ഇനിയും ഇറച്ചിയും പത്തിരി ഉണ്ടാക്കി കൊടുക്കണോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങളുടെ അധ്വാനവും നിങ്ങളുടെ ഭർത്താവിന്റെ സമ്പാദ്യവും നിങ്ങളുടെ സമ്പാദ്യവും ഒക്കെ ഈ തരം സ്ത്രീ വിരുദ്ധന്മാർക്ക് അവരെ തീറ്റിപ്പോറ്റാൻ നിങ്ങൾ ചെലവഴിക്കേണ്ടതുണ്ടോ എന്ന് നിങ്ങൾ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കണം എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഇന്നത്തെ ലൈവ് അവസാനിപ്പിക്കുകയാണ്. എന്തായാലും നമ്മുടെ കൂടെയുള്ള വിശ്വാസികളുടെ ഒരു അളവ് കൂടി വരുന്നു എന്നുള്ളത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്, സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അത് മനസ്സിലാക്കാനുള്ള ചില മെക്കാനിസം ഒക്കെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു 20-25% മതവിശ്വാസികൾ, അർദ്ധമതവിശ്വാസികൾ, കയ്യാലപ്പുറത്ത് തേങ്ങ എന്ന അവസ്ഥയിൽ ഇരിക്കുന്നവരൊക്കെ നമ്മളെ വീഡിയോ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്നു, ശ്രദ്ധിക്കുന്നു, കേൾക്കുന്നു, ശ്രവിക്കുന്നു എന്നത് വളരെ ശുഭോദർക്കമായിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ റിസൾട്ട് വരും ദിവസങ്ങളിൽ, വരും മാസങ്ങളിൽ, വർഷങ്ങളിൽ ഉണ്ടാകും എന്ന തീർച്ചയായിട്ടും എനിക്കതിൽ വലിയ ആത്മവിശ്വാസമുണ്ട്, വളരെ സന്തോഷമുണ്ട്. ഈ ഉദ്യമത്തിൽ എന്നോട് കൂടെ നിന്ന് കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ സ്നേഹവും കടപ്പാടും അറിയിക്കുകയാണ്.